അടുത്ത സമയത്ത് 10 ലക്ഷം രൂപയ്ക്ക് ഒരു പണയം വെച്ച് വിറ്റിട്ട് അതിലൊരു ഇലക്ട്രിക് കാറെടുത്ത്. അപ്പോഴെന്തെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അവൻ ലോൺ ഇട്ടെടുത്താണെന്ന്. അപ്പോൾ ഇവൻ ഈ ബാങ്കിൻ്റെ മാനേജർ എന്നും പറഞ്ഞാണ് ഇവിടെ കല്യാണാലോചനയായിട്ട് വരുന്നത്. ഈ അടിക്കുന്ന ഫോട്ടോ പാടുകൾ നമ്മളെ ഒന്നും കാണിക്കില്ല. കാര്യം ആ ഭാഗത്തൊക്കെ എഴുതിയിരിക്കും ഈ അടയാളങ്ങൾ വരുന്നു. ഇവൻ കാണാത്ത ഭാഗത്ത് മുഖത്തൊക്കെ കാണെങ്കിലല്ലേ ഞങ്ങളെല്ലാം ശ്രദ്ധിക്കുമല്ലോ. മദ്യപാനം ഉണ്ടായിരുന്നു ഇതിനകത്ത്, അതിന് എതിർക്കുമായിരുന്നു. അതിലും പിന്നെ പ്രശ്നങ്ങളാണ്, അടിയാണ്. അപ്പം ചുരുക്കത്തിൽ എന്തെന്ന് പറഞ്ഞാൽ ഇവളെ ഏതെങ്കിലും രീതിയിൽ കുഴച്ചാലും ആരും ചോദിക്കാനും പറയാനും ഇല്ല എന്നുള്ളൊരു തോന്നലും. കാര്യം എന്ന് പറഞ്ഞാൽ ഈ അമ്മയും ബാക്കിയുള്ളവരും എല്ലാവരും ഇത് ഒളിച്ചിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പബ്ലിക്കിനെ അറിയിക്കുന്ന മോശമല്ലേ എന്നും പറഞ്ഞുകൊണ്ടുള്ളൊരു കുറച്ച്. നമസ്കാരം. ഉത്രയും വിസ്മയയും ഒന്നും അവസാനത്തേതായിരുന്നില്ല. ഡോക്ടർ ഷഹനയും വിഭജികയും ഒക്കെ സ്ത്രീധനത്തിന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെട്ടവരാണ്. അതിലെ അവസാനക്കാരിയാണ് ആറ്റുകാലിലെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ആരതി. ആരതിയുടെ കല്യാണത്തിനായി പ്രവാസിയായ അച്ഛൻ വാങ്ങിയ കടം ഇനിയും തീർന്നിട്ടില്ല. 50 പവൻ സ്ത്രീധനം നൽകി വിവാഹം കഴിപ്പിച്ച ആരതിക്ക് മരിക്കുമ്പോൾ ബാക്കിയുണ്ടായിരുന്നത് താലിമാല മാത്രം. കല്യാണം കഴിഞ്ഞ് 1.5 വർഷത്തിനിടെ മണലാരണ്യത്തിൽ കിടന്ന ആരതിയുടെ അച്ഛൻ ഉണ്ടാക്കിയ 50 പവൻ സ്വർണം പണയം വെച്ചും വിറ്റും ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു ഭർത്താവായ അതുൽ. എല്ലാം വിറ്റു തിന്നിട്ടും ആ പെൺകുട്ടിയെ ജീവിക്കാനും വിട്ടില്ല. ദേഹം മുഴുവൻ മർദ്ദനത്തിന്റെ പാടുകൾ. മരിക്കാൻ ഭയമാണെങ്കിലും മരിക്കാതെ ഇനി വേറെ നിവൃത്തിയില്ലെന്ന് തീരുമാനിക്കും വരെ ആ പെൺകുട്ടിയെ എത്തിച്ചു. സ്ത്രീധന പീഡന വിവരം അച്ഛനെയും അമ്മയെയും അറിയിച്ചുവെങ്കിലും ആവശ്യമില്ലാതെ ഒന്നും സംസാരിക്കരുതെന്നും ഒന്നിനും പോകരുതെന്നും നിർദ്ദേശിച്ച അമ്മയ്ക്കും ആ മകളെ ജീവിതത്തിലേക്ക് തിരിച്ചു വിളിക്കാനാകാത്തതിന്റെ നിരാശയാണ്. 50 പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില 1/2 കോടിക്ക് മുകളിലാണ്. കോടികൾ മുടക്കി പെൺമക്കൾക്ക് തൂക്കുകയർ വാങ്ങുന്ന മാതാപിതാക്കളുടെ നിസ്സഹായത കേരളം ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ല. നിയമങ്ങളും ബോധവൽക്കരണവും ഉണ്ടായിട്ടും സ്ത്രീധന പീഡന മരണങ്ങൾ ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇനിയും ആരതിമാർ ഉണ്ടാകാതിരിക്കാൻ എന്തു വേണം? ഈ വിഷയമാണ് നമ്മൾ പരിശോധിക്കുന്നത്. സ്വാഗതം. ചർച്ചയിൽ എനിക്കൊപ്പം ശ്രീ ഷാജി, ആരതിയുടെ അമ്മാവൻ, ഡോക്ടർ മോഹൻ റോയ്, മനോരോഗ വിദഗ്ധൻ, ഡോക്ടർ അമല ആനി ജോൺ, സാമൂഹ്യ നിരീക്ഷക, ത്രിവിക്രമൻ, വിസ്മയയുടെ അച്ഛൻ എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ ഷാജി, വലിയ ദുഃഖത്തിലാണ് നിങ്ങളെന്നറിയാം. വലിയ വേദനയും അമർഷവും ഒക്കെ നിങ്ങളെ സംബന്ധിച്ചുണ്ട്. എങ്കിലും ഈ വിഷയത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടാണ് ഈ ചർച്ചയിലേക്ക് നിങ്ങളുടെ ഭാഗം കൂടി കേൾക്കാൻ ക്ഷണിച്ചത്. ആരതിയുടേത് ഒരു ആത്മഹത്യയല്ല എന്നും മരണത്തിലേക്ക് തള്ളിവിട്ടതാണെന്നും കൊലപാതകത്തിന് തുല്യമായ ശിക്ഷ അയാൾക്ക് വാങ്ങി നൽകണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നുണ്ട്. എന്താണ് നിങ്ങൾക്ക് ആ മരണത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ? അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കുമോ? കേൾക്കാം. ഞങ്ങളുടെ മകൾ മരിച്ച് ഇന്ന് 2ാമത്തെ ദിവസമാണ്. ഇപ്പോൾ സന്ധ്യാസമയത്ത് ഞങ്ങളുടെ സമുദായാചാരപ്രകാരമുള്ള പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ ഇതിനിരിക്കുന്നത്. ഇത് ഇനി കേരളത്തിലെ ഒരു പെൺകുട്ടികൾക്കും ഇങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. HDFC ബാങ്കിൽ ജോലി, സ്ഥിരമായി ഒരു വരുമാനമുണ്ട് എന്ന് കണ്ടിട്ടാണ് ഈ അതുൽ എന്ന പയ്യനെ, ഈ മകളെ, ആരതിയെ വിവാഹം ചെയ്തു കൊടുക്കുന്നത്. ഇതിന്റെ തുടക്കത്തിൽ മാഡം പറഞ്ഞതുപോലെ കുട്ടിയുടെ അച്ഛൻ ദീർഘനാളായി മണലാരണ്യത്തിൽ പണിയെടുക്കുന്ന 2 പെൺകുട്ടികളാണ് അദ്ദേഹത്തിനുള്ളത്. മൂത്ത കുട്ടിയുടെ വിവാഹം കഴിഞ്ഞിട്ട് 6-7 വർഷമായി. അതിൻ്റെ ബാധ്യതയൊക്കെ തീർന്നു. ഈ കുട്ടിയും സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചു. 1 വർഷം ഗവൺമെൻറ് സർവീസിൽ അപ്രന്റീസ്ഷിപ്പായിട്ട് ജോലി ഉണ്ടായിരുന്നു കൊല്ലത്ത്. അത് തീരാറായപ്പോഴാണ് ഇങ്ങനെ ഒരു നല്ല വിവാഹാലോചന വന്നു. അത്യാവശ്യം തിരക്കി ഒക്കെയാണ് വിവാഹം ചെയ്തു കൊടുത്തത്. പക്ഷെ ഇങ്ങനെ ഒരു ക്രൂര സ്വഭാവം ഈ യുവാവിനുണ്ടെന്ന് ഞങ്ങൾ ഇപ്പോഴാണ് അറിയുന്നത്. കാരണം ഞങ്ങളുടെയൊക്കെ മുന്നിൽ, ഞാൻ മാമനാണെങ്കിലും ഞാൻ തൊട്ടടുത്താണ് താമസിക്കുന്നതെങ്കിലും ഇവർ ഇടയ്ക്കെല്ലാം അവളുടെ സ്വന്തം വീട്ടിൽ വന്നു പോകും.
വരുമ്പോൾ വളരെ സന്തോഷമായിട്ടാണ് രണ്ടുപേരും കഴിയുന്നത്. പ്രത്യേകിച്ച് അവർ തമ്മിലൊരു വഴക്കുണ്ട് എന്ന് മാമനെന്നുള്ള നിലയിൽ ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ മിനിയാന്ന് ഇത് അറിഞ്ഞ സമയം മുതൽ ഇന്നലെ ബോഡി കൊണ്ടുവരുന്നവരെ മെഡിക്കൽ കോളേജിലും പോലീസ് സ്റ്റേഷനിലും ആ വീട്ടിലും ഒക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. ഇനി ഒരു കുട്ടിക്കും ഇതുണ്ടാകാതിരിക്കട്ടെ, ഒരു പെൺകുട്ടിക്കും, കേരളത്തിലെ ഒരു കുട്ടിക്കും ഇങ്ങനെ ഉണ്ടാകാതിരിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് ആദ്യമേ തന്നെ എനിക്ക് ബന്ധപ്പെട്ടവരോട് അഭ്യർത്ഥിക്കാനുള്ളത്. കുടുംബത്തിൻ്റെ ഒരു ആവശ്യം കൂടി ഞാൻ ഈ അവസരത്തിൽ പറയുന്നു. ഈ കേസിൽ പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുവാൻ സർക്കാർ ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ച് ഈ കേസ് വാദിക്കണം. പരമാവധി ശിക്ഷ. ഇന്നിപ്പം അവസാനം ഞാൻ അറിഞ്ഞത് അവനെ റിമാൻഡ് ചെയ്ത് ജില്ലാ ജയിലിലേക്ക് പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതോടൊപ്പം എനിക്കിത് പറയാനുള്ളത്, ഞാൻ മനസ്സിലാക്കുന്നത് വിദഗ്ധരായ ആളുകൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ടെന്നാണ്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, വിവാഹിതരാകാൻ പോകുന്ന എല്ലാ പെൺകുട്ടികൾക്കും ഒരു കൗൺസിലിംഗ്, അത് എത്രത്തോളം ശരിയാണെന്നറിയില്ല, ഒരു കൗൺസിലിംഗ് നിർബന്ധമാക്കാൻ ഒരു നിയമം കൊണ്ടുവരാൻ ഗവൺമെന്റ് കൂടി അക്കാര്യത്തെക്കുറിച്ച് ഒന്ന് ആലോചിക്കണം എന്നും കൂടി ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു. അതുപോലെ BNSന്റെ 80, 85, 86 സെക്ഷനുകൾ അനുസരിച്ച് ഇയാൾക്ക് പരമാവധി ശിക്ഷ കിട്ടത്തക്ക വിധത്തിൽ ഈ ഇത് കൈകാര്യം ചെയ്യുന്നതിന് ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കണമെന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ. ശ്രീ ഷാജി, ഇത് ആരതിയുടെ ആത്മഹത്യാ കുറിപ്പ് കണ്ടെടുത്തിട്ടുണ്ട്. അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്നത് അച്ഛനോടും അമ്മയോടും ഈ കുട്ടി പറഞ്ഞിട്ടുണ്ട്. പലതവണയായി അതിൻ്റെ ചാറ്റുകൾ, വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇനിയും സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ആത്മഹത്യ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ മരണം ഉറപ്പിക്കുന്നത് വരെ ഈ അതുൽ കാത്തിരുന്നു, വീട് തുറക്കാൻ വൈകി, അതിലൊക്കെ കുറച്ച് സംശയങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു. ഇത് ആത്മഹത്യ അല്ല, കൊലപാതകം എന്നൊരു സംശയം നിങ്ങൾക്കുണ്ടോ? തീർച്ചയായിട്ടും അത് ഞങ്ങൾക്ക് രക്ഷകർത്താക്കൾ എന്നുള്ള നിലയിൽ ഞങ്ങൾക്കുണ്ട്. നേരിട്ട് കൊലപാതകം നടത്തിയെന്ന് പറയുന്നില്ലെങ്കിൽ കൊലപാതകത്തിന് തുല്യമായ ഒരു ഗുരുതരമായ കുറ്റകൃത്യം തന്നെയാണ് അയാൾ ചെയ്തിരിക്കുന്നതാണ്. ഞാൻ ആ വീട്ടിൽ പോയതാണ്. എൻ്റെ മകൾ അവിടെ ഹാങ് ചെയ്ത് നിൽക്കുന്നത് ഞാൻ നേരിട്ട് പോയി കണ്ട ഒരാളാണ്. കാണാനുള്ളൊരു മനഃശേഷി ഉണ്ടായിരുന്നില്ല. പക്ഷേ പോലീസ് പറഞ്ഞ് നിർബന്ധമായിട്ട് അത് കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞ് ആദ്യമായിട്ട് പോയി കാണുന്നത് ഞാനും ഈ കുട്ടിയുടെ വലിയച്ഛനും കൂടി ചേർന്നാണ്. ഞങ്ങൾ വൈകുന്നേരം പോയി കാണുമ്പോൾ അപ്പോൾ അടുത്തുള്ള ആൾക്കാരൊക്കെ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളോട് ഒരു വിളി വിളിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ വന്ന് ആ കുട്ടിയെ രക്ഷിക്കുമായിരുന്നല്ലോ എന്നാണ്. അതിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്നവരും, ആ ആറ്റുകാൽ ക്ഷേത്രത്തിനടുത്ത് ഒരു ചെറിയ ജംഗ്ഷനുണ്ട്, ആ ജംഗ്ഷനിൽ കൂടി അവിടുത്തെ ചുവട്ടുതൊഴിലാളികളും അവിടുത്തെ സാധാരണക്കാരായ ആളുകളും പറഞ്ഞത്, ഈ പയ്യനെ ഒരു വിളി ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഈ കുട്ടിയുടെ ജീവൻ. അപ്പോൾ അത്ര ക്രൂരമായ ഒരു മനസ്സിന് ഉടമകളായ യുവാക്കൾ മാറിപ്പോകുന്നല്ലോ എന്നുള്ളതാണ്. അതിന് സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും, സമൂഹത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഈ അവസരത്തിൽ കാര്യം നമുക്ക് നഷ്ടപ്പെടാനുള്ളത് നഷ്ടപ്പെട്ടു. ഒന്ന് ആലോചിക്കണം. ഷാജി, ഇയാൾ ഈ ആരതി മരിച്ചു എന്നറിഞ്ഞിട്ടും യാതൊരു ഭാവഭേദവും ഇല്ലാതെ പെരുമാറുന്നു എന്നത് മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അയാൾക്ക് അങ്ങനെ ഒരു വിഷമവും ഉണ്ടായിരുന്നില്ല എന്ന്. അയാൾ അതേ സ്വഭാവക്കാരനാണെന്ന് തെളിയിക്കുന്ന മുൻ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അത്രയും ക്രൂര മനസ്സിനുടമയാണ് എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ബോധ്യം വന്നിട്ടുണ്ടോ? അങ്ങനെ ഞങ്ങൾക്കിപ്പം ഇപ്പൊ ഈ വിഷയം ഉണ്ടായതിനു ശേഷം ഇദ്ദേഹത്തിന് പൂർവ്വബന്ധം ഉണ്ടായിരുന്നുവെന്നും വിവാഹം നിശ്ചയിച്ചിരുന്നുവെന്നും കൊല്ലത്തുള്ള ഒരു കുട്ടിയുമായിട്ട് വിവാഹം നിശ്ചയിച്ചിരുന്നു. അത് ഇയാൾ തന്നെ അത് ബോധപൂർവം ആ വിവാഹം നിശ്ചയിച്ച ശേഷം അതിൽ നിന്ന് പിന്മാറി. ആ കുട്ടി അതുകൊണ്ട് ആ കുട്ടിയും സൂയിസൈഡ് ചെയ്തു. അതിനെയും ഒരു ഗൗരവമായ ഒരു അന്വേഷണം നടത്തണമെന്ന് ഞങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടുകയാണ്. പിന്നെ ഈ ഞങ്ങളുടെ കുട്ടിയെ വിവാഹം ചെയ്ത ശേഷം ഈ സമീപകാലത്തായി മറ്റൊരു കുട്ടിയുമായി ഒരു ലവ് അഫെയർ ഉണ്ടായിരുന്നുവെന്നും ആ കുട്ടിയുമായിട്ട് ചാറ്റും മറ്റും നടത്തിയിരുന്നുവെന്നും ഒക്കെ പറയുന്നു. അതൊക്കെ പോലീസ് ഇന്നലെ കസ്റ്റഡിയിൽ, ഞാൻ അവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് മോളുടെ ഫോണും ഈ ഡയറിയും എല്ലാം കസ്റ്റഡിയിൽ എടുക്കുന്നത്. ആ ഫോൺ പരിശോധിച്ച് എന്നൊക്കെ നോക്കേണ്ടതാണ്. ആ ചാറ്റുകളൊക്കെ കണ്ടിട്ടുണ്ട്. അവൻ്റെ ഫോണിലും റിട്രൈവ് ചെയ്ത് ഇത്തരം മെസ്സേജുകൾ ഒന്ന് നോക്കണം എന്നുകൂടി എനിക്ക് അഭ്യർത്ഥിട്ടുണ്ട്. അതിൽ കൂടെ നമുക്കത് തെളിയിക്കാൻ പറ്റും. ഇപ്പോൾ ഈ മരണശേഷമാണ്, ആരതിയുടെ മരണശേഷമാണ് ആദ്യം വിവാഹ വാഗ്ദാനം നൽകിയ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു എന്നും ആ പെൺകുട്ടിയും ആത്മഹത്യ ചെയ്തതാണ് എന്നുമുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. പക്ഷേ ഈ അതുലിൻ്റെ വീട്ടുകാർ അത് നിഷേധിക്കുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ മാത്രമാണോ ആ ആദ്യ വിവാഹ അഭ്യർത്ഥന നടത്തിയ പെൺകുട്ടിയെക്കുറിച്ചും അതിൻ്റെ ആ കുട്ടിയുടെ ആത്മഹത്യയെക്കുറിച്ചും അറിയുന്നത് ഇപ്പോൾ മാത്രമാണോ? അതെ, ഇപ്പോൾ മാത്രമാണ് ഞങ്ങൾ അറിയുന്നത്. അവർ നിങ്ങളെ ബന്ധപ്പെട്ടതാണോ ഈ മരണത്തിന് ശേഷം? ഇപ്പോഴുവരെ അവർ ഞങ്ങളെ ബന്ധപ്പെട്ടിട്ടില്ല. ഞങ്ങളല്ലാതെ അറിഞ്ഞതാണ്. ഞങ്ങളത് അന്വേഷിക്കുന്നുണ്ട്. ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങളത് അന്വേഷിക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങളാൽ കഴിയുന്ന ഡീറ്റെയിൽസ് ഞങ്ങൾ
അന്വേഷിക്കാൻ ചില നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് ഞങ്ങൾക്ക് കിട്ടുന്ന ഡീറ്റെയിൽസ് ഞങ്ങൾ പോലീസിന് കൈമാറാം. ഈ മകള് അമ്മയോടും അച്ഛനോടും നിരന്തരം പീഡനം സഹിക്കേണ്ടി വരുന്നുണ്ട്, മദ്യപിച്ചിട്ട് ഉപദ്രവിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ വാട്സപ്പ് ചാറ്റൊക്കെ പുറത്തു വന്നിട്ടുണ്ട്, ശബ്ദ സന്ദേശങ്ങളുണ്ട്. അപ്പോൾ പോലും ഈ ഒരു അവസ്ഥയിലേക്ക് പെൺകുട്ടി ആരതി എത്തിപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നിയിരുന്നില്ലേ? അത് പരിഹരിച്ചു പോകുമെന്നതായിരുന്നോ കരുതിയിരുന്നത്? എന്തുകൊണ്ടാണ് ആ ഘട്ടത്തിൽ മകളെ ഒപ്പം നിർത്താനോ അല്ലെങ്കിൽ ഇത് അപകടത്തിലേക്ക് എത്തുമെന്ന് നമുക്ക് മുൻകാല അനുഭവങ്ങൾ ഒരുപാടുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ഒരു സംശയം നിങ്ങൾക്കുണ്ടായില്ലേ? ഇത്തരമൊരവസ്ഥയിൽ കാര്യങ്ങൾ ചെന്നെത്തുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഞങ്ങളെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയാണ്, ഞാൻ അറിഞ്ഞിരുന്നില്ല. അച്ഛനും അമ്മയും ഞാൻ ഇന്നലെ അച്ഛൻ ഇന്നലെ ഗൾഫിൽ നിന്ന് വന്നതേ ഉള്ളൂ, സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഞാൻ അറിഞ്ഞിരുന്നില്ല ഇത്രയും ഒരു അവസ്ഥയിലേക്ക് എൻ്റെ മകളെ പോകും എന്ന് അറിഞ്ഞിരുന്നില്ല. അമ്മയും പറയുന്നത് 1-2 ദിവസത്തിനകം ഇവിടെ പോയി കാര്യം അമ്മയുടെ അച്ഛൻ വളരെ ഏജ്ഡായിട്ടുള്ള അമ്മയുടെ അച്ഛൻ വീട്ടിൽ കിടപ്പിലാണ്. അപ്പോൾ ഒന്ന് തിരുവനന്തപുരം പോയി കൊണ്ടുവരുന്നതിനുള്ള ഒരു കാലതാമസം, ഇന്നോ നാളെയോ ഞാൻ വന്ന് മോളെ കൂട്ടിക്കൊണ്ടുവരാം. പിന്നെ അച്ഛൻ ഗൾഫിൽ നിന്ന് പറഞ്ഞു, ഈ പയ്യനോട് പറഞ്ഞു, നീ അവളെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയേക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഒരു 2 ദിവസത്തേക്ക്, ഇന്നിപ്പോൾ ഞായറാഴ്ചയ്ക്കകം അതിനകത്തൊരു തീരുമാനം ഉണ്ടാക്കാം എന്നാണ് ഞങ്ങൾ നിശ്ചയിച്ചിരുന്നത്. അതിനിടയ്ക്ക് ഞങ്ങളുടെ മകൾ ഇങ്ങനെ ഒരു കടും കൈ ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ഷാജി, ഇവിടെ ഇപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പ്രാഥമികമായി അറിയാൻ, 50 പവൻ സ്വർണം ആരതിക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഏതാണ്ട് പൂർണ്ണമായും പണയം വെച്ചും വിറ്റും ആഡംബര ജീവിതം നയിക്കാൻ അതിൽ ഉപയോഗിച്ചു എന്നതാണ് മനസ്സിലാകുന്നത്. അതിനുശേഷവും സ്ത്രീധന പീഡനം എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ എന്തെങ്കിലും പ്രോമിസ് ചെയ്തിരുന്നോ വിവാഹ സമയത്ത്? അത് കൊടുത്തത് മുഴുവൻ ഉപയോഗിച്ചതിന് ശേഷം വീണ്ടും വേണമെന്നുള്ളൊരു ആവശ്യമായിരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ അയാളുടെ ഈ ഉപദ്രവത്തിനുള്ള കാരണം എന്തായിരുന്നു? അയാൾക്ക് ഞങ്ങളങ്ങനെ കൂടുതൽ വാഗ്ദാനമൊന്നും നടത്തിയിട്ടില്ല. പക്ഷെ ഒരു മകളെന്നുള്ള നിലയിൽ മകൾക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ അച്ഛൻ ഗൾഫിൽ നിന്ന് പൈസ അയച്ചു കൊടുക്കുമായിരുന്നു എന്നാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞത്. ഈ 2 മാസത്തിന് മുമ്പും ഒരു 1,00,000 രൂപ 50,000 രൂപ വീണ്ടും അയച്ചു കൊടുത്തിരുന്നു. അപ്പോൾ ആവശ്യപ്പെടുമ്പോഴൊക്കെ അദ്ദേഹം പൈസ അയച്ചു കൊടുക്കും. പിന്നെ അമ്മയ്ക്കും അച്ഛനൊക്കെ ചില പ്രോപ്പർട്ടികളുണ്ട്, ആ പ്രോപ്പർട്ടിയുടെ കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല. സാമ്പത്തിക സഹായം ചെയ്തിരുന്നു അവർക്ക് ആവശ്യപ്പെടുമ്പോഴെല്ലാം. കാര്യം വിവാഹം കഴിഞ്ഞിട്ട് 1.5 വർഷമേ ആയുള്ളൂ. ഒരു എബവ് 30 lakhs 30 ലക്ഷത്തിന് മുകളിൽ ഇയാൾക്ക് ബാധ്യത ഉണ്ടെന്നൊക്കെ ഇപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. മറ്റതിഥികളിലേക്ക് കൂടി പോവുകയാണ്. ഡോക്ടർ മോഹൻ റോയ്, നിർഭാഗ്യവശാൽ മറ്റൊരു സ്ത്രീധന പീഡന മരണത്തിൻ്റെ ചർച്ചയിലേക്ക് കൂടി നമുക്ക് കടക്കേണ്ടി വന്നിരിക്കുകയാണ്. നമ്മൾ ഓരോ സംഭവങ്ങളും ഉണ്ടാകുമ്പോൾ ഇനി ഇത് ആവർത്തിക്കരുതെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി സംസാരിക്കുകയും ചെയ്യും. പക്ഷേ ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറേയധികം വർഷത്തിനിടയിൽ ഒരു 10 വർഷം എടുത്താൽ പോലും 100ഓളം സ്ത്രീധന പീഡന മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന കണക്കുകളാണ് വരുന്നത്. നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത ഒരുപാട് സംഭവങ്ങളുമുണ്ട്. മറ്റൊരു ആരതി കൂടി ഉണ്ടാവുന്നു. താങ്കൾക്ക് ഈ സംഭവം ഉണ്ടായതിനു ശേഷം കണ്ട കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്താണ്? എന്തുകൊണ്ട് ആരതിയെ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല? ആരതിമാരുണ്ടാക്കപ്പെടുന്നുണ്ട്. ഈ ദിവസം പോലും ഈ സമയം പോലും ചില വീടുകളിൽ ആരതിമാർ അനുഭവിക്കുന്നുണ്ടാവാം. ഒരു പേരിലല്ലെങ്കിൽ മറ്റൊരു പേരിൽ. നമ്മൾ ഈ 10 വർഷത്തെ 100 പേരുടെ കണക്ക് പറയുമ്പോൾ അതിൻ്റെ എത്രയോ ഇരട്ടി ആൾക്കാർ ഇതിൻ്റെ പേരിൽ പീഡനം അനുഭവിക്കുന്നുണ്ട്, ശാരീരികവും മാനസികവും. ഇത് തന്നെ ഇതിലെ കുറച്ച് നമ്മൾ ഈ ചർച്ചയിൽ നിന്നും വന്ന പോയിന്റുകളും ഇപ്പോൾ പൊതുസമൂഹത്തിൽ ലഭ്യമായ വിവരങ്ങളും മാത്രം ഒന്ന് അനലൈസ് ചെയ്താൽ മതി. ഇതിലെവിടെയൊക്കെ നമുക്ക് മിസ്റ്റേക്ക് ഉണ്ടെന്നറിയുമോ? ഒന്ന്, ഈ വിവാഹം നടന്നത് തന്നെ ഒരു തെറ്റിദ്ധാരണ, അതായത് അദ്ദേഹത്തിനൊരു ഉന്നതമായ ഒരു ജോലി ഉണ്ടെന്നുള്ള ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് നടക്കുന്ന ഒരു വിവാഹമാണ്. അപ്പോൾ ഒരു വിവാഹത്തിന് മുമ്പ് നടത്തേണ്ട, അല്ലെങ്കിൽ ഒന്നുകിൽ അത് പറ്റിക്കപ്പെട്ടതാണ്. ഇപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് അറിയാൻ പറ്റുമോ എന്നുള്ളൊരു മറുവാദം നിലനിർത്തിക്കൊണ്ട് തന്നെ അത് പറ്റിച്ചാണ് ഈ വിവാഹം നടക്കുന്നത്. 2, നോക്കൂ, ഒരു 50 പവൻ എന്നൊക്കെ ഒരു കണക്കാണ് സാമൂഹ്യ മാധ്യമത്തിൽ വരുന്നത്. ഈ 50 പവനൊക്കെ അടുത്ത കാലത്ത് സ്വർണത്തിൻ്റെ വില വലിയ ചർച്ചയായ ദിവസങ്ങളുണ്ടല്ലോ, മാധ്യമങ്ങളിൽ തന്നെ, ചാനലിൽ തന്നെ വന്നിട്ടുണ്ട്. 1/2 കോടിയിലേറെ രൂപ. 1/2 കോടി പോരാ ഇപ്പോഴത്തെ കണക്കനുസരിച്ച്. ആഭരണമായി വരുമ്പോൾ 1/2 കോടി പോരല്ലോ. ഈ നമ്മുടെ നാട്ടിലൊരു പെൺകുട്ടിയുടെ സുരക്ഷിത ജീവിതത്തിന് 1/2 കോടി രൂപ പോരെ?
അപ്പോൾ അതിൻ്റെ അപ്പുറമായ എന്ത് സുരക്ഷിതത്വമാണ് ഈ വിവാഹ ജീവിതത്തിൽ നിന്നും കിട്ടുന്നത് എന്ന് വിചാരിച്ച നമ്മൾ ഈ ഭാഗ്യവാന്മാരായ പെൺകുട്ടികളെ തള്ളിവിടുന്നത്? നമുക്ക് ഇക്കാലത്ത് ഈ ജെൻസി കുട്ടികളുണ്ടല്ലോ, ജെൻസി കുട്ടികൾ എത്ര പേര് വിവാഹത്തിന് തയ്യാറാവുന്നുണ്ട്? ഞാനീ വിവാഹം മനഃശാസ്ത്ര മനോരോഗ ചികിത്സാ വിദഗ്ധനായതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും കുട്ടികളോട് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഇക്കാലത്ത് പെൺകുട്ടികൾക്ക് ആർക്കും കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെന്നേ. ഇക്കാലത്ത് പിന്നെയും താല്പര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് ആൺകുട്ടികൾക്കാണ്, പെൺകുട്ടികൾക്കാർക്കും താല്പര്യമില്ല. അത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ്. അപ്പം ഒരു കുട്ടിയുടെ സാമ്പത്തിക സുരക്ഷത്തിന് അപ്പുറമുള്ള ഒരു സാമൂഹ്യ സുരക്ഷിതത്തിലേക്ക് പോയി കഴിയുമ്പോൾ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മാവൻ തന്നെ പറഞ്ഞ കണക്കനുസരിച്ച് 1,00,000 രൂപയൊക്കെ വീണ്ടും അയച്ചു കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഈ വാടക വീട് എടുത്ത് കൊടുത്തത് വരെ അവരാണ്. നമുക്ക് കല്യാണം കഴിച്ച് ഇത്രയും നാളായി കഴിഞ്ഞതിന് ശേഷവും സ്വന്തം എന്തിനാണ് ഒരു പുരുഷൻ കല്യാണം കഴിക്കേണ്ടത്, അല്ലെ എന്തിനാണ് കല്യാണം കഴിക്കേണ്ടത്? അത് അടിസ്ഥാനപരമായി അത് നോക്കാൻ പോലും കേപ്പബിലിറ്റി ഇല്ലാത്ത, കഴിവില്ലാത്ത, സാമ്പത്തികമായി സാമൂഹികമായി ഒക്കെ തന്നെ അങ്ങനെയുള്ള ഒരാളുടെ കയ്യിലേക്കായി കുഞ്ഞു പോയിരിക്കുന്നത്. രണ്ട് ഇതി പറഞ്ഞതുപോലെ BNS ഇപ്പോഴത്തെ പുതിയ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 80 304B IPC പഴയതും വെച്ചിട്ട് ഇത് സ്ത്രീധന മരണം 7 വർഷത്തിനുള്ളിൽ സംഭവിക്കുന്നതായതുകൊണ്ട്. പിന്നെ അതിക്രൂരമായ ശാരീരിക പീഡനം നോക്കി, നമുക്ക് ദേഹം വേദനിക്കത്തില്ലേന്ന് ഇന്ന് തന്നെ കുഞ്ഞിൻ്റെ ഫോട്ടോ മാധ്യമങ്ങളെ നമ്മൾ കണ്ടല്ലോ, ഈ ചുണ്ടിൻ്റെ താഴെ കയ്യിൽ. ഇവർക്ക് ദേഹം വേദനിക്കത്തില്ലേ? ഈ നമ്മൾ എന്ന് തൊട്ടാണ് നമ്മുടെ പെൺകുട്ടികളെ പഠിപ്പിച്ചു തുടങ്ങിയത് ദേഹം വേദനിച്ചാൽ അങ്ങ് സഹിച്ചിരിക്കണമെന്ന്? ഇതെന്തിനാണ് നമ്മൾ പഠിപ്പിക്കുന്നത്? എന്ത് കാര്യത്തിന് വേണ്ടിയാണ് പഠിപ്പിക്കുന്നത്? തല്ലിയാൽ തിരിച്ചല്ലടോന്നേ. വേദന കിട്ടുന്നവനും കൂടി ഇത് അറിയണമെന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഈ വേദന സഹിച്ചുകൊണ്ട് ഈ കുട്ടി ആ വീട്ടിൽ നിൽക്കണമെങ്കിൽ അടുത്തത് നമ്മുടെ സാമൂഹിക സാഹചര്യമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇത്തരത്തിലൊരു കുട്ടി ഇത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് നിന്നാൽ നമ്മുടെ സമൂഹം, നമ്മൾ ഉൾപ്പെടുന്ന നമ്മുടെ സമൂഹം എങ്ങനെയാണ് ഈ കുട്ടിയെ വിലയിരുത്തുന്നത്? അതിൻ്റെ പ്രശ്നങ്ങളില്ലേ? അതുപോലെ ഇദ്ദേഹത്തിൻ്റെ മദ്യപാനം ഒരു വലിയ ഇതായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. മദ്യപിക്കില്ല എന്ന് പറഞ്ഞിരുന്നു വിവാഹത്തിന് മുൻപ്. പക്ഷേ ഇപ്പോൾ ഈ സംഭവത്തിന് ശേഷം ആ വാടക വീട്ടിന്റെ പിൻവശത്തേക്ക് എത്തുമ്പോൾ മദ്യക്കുപ്പികളുടെ വലിയ കൂനയാണ് ബന്ധുക്കൾ കാണുന്നത്. മദ്യപാനത്തെക്കുറിച്ചുള്ള വലിയൊരു ചർച്ച കേരളീയ സമൂഹത്തിൽ പാരലായിട്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 1-2 ദിവസമായിട്ട് മാധ്യമങ്ങൾ ചർച്ച ചെയ്യും. അതിലേക്ക് നമ്മൾ പോകുന്നില്ല. പക്ഷേ ഈ മദ്യപാനം ഉൾപ്പെടെയുള്ള സ്വഭാവ പ്രശ്നങ്ങൾ, പിന്നെ ഈ വീട്ടുകാരിടപെടാത്തത് നോക്കൂ. എനിക്കറിയില്ല ഈ വരൻ്റെ ഈ കുറ്റാരോപിതന് സഹോദരിമാരുണ്ടോ എന്ന്. കുറ്റാരോപിതന് സഹോദരിമാരുണ്ടെങ്കിൽ സ്വന്തം സഹോദരിയെ ഇത്തരത്തിൽ ഉപദ്രവിച്ചാൽ അയാൾ ഇങ്ങനെയാണോ നോക്കി നിൽക്കുക? അല്ല അയാളുടെ മാതാപിതാക്കൾ ഇങ്ങനെയാണോ നോക്കി നിൽക്കുക? അപ്പോൾ മറ്റൊരു വീട്ടിൽ നിന്ന് വരുന്ന പെൺകുട്ടിയാകുമ്പോൾ എന്തും ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇനി അടുത്തത് അദ്ദേഹം സംസാരിച്ചതാ, വിളിച്ചിരുന്നെങ്കിൽ, അറിയിച്ചിരുന്നെങ്കിൽ, നാട്ടുകാരറിയുന്നിരുന്നെങ്കിൽ ഇത് നടക്കുമായിരുന്നെന്ന്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത്രയും പ്രശ്നം അറിഞ്ഞിട്ട് അറിയാതെ ഇരിക്കുന്ന ഒരു സ്ഥലമാണോ ആറ്റുകാൽ എന്ന് പറയുന്ന മേഖല? നഗരത്തിലെ എത്രമാത്രം ജനസാന്ദ്രതയുള്ള മേഖലയാണെന്ന് നമുക്കറിയാവുന്നവരാ. അപ്പോൾ സമൂഹത്തിൻ്റെ ഒരു വിജിൽ അവിടെ ഉണ്ടായിട്ടില്ലേ? ഇനി അതിനുമപ്പുറത്തേക്ക് ഒരു കൗൺസിലിങ്ങിന് പോയിട്ടുണ്ടെന്ന് പറയുന്നു. എന്തായിരിക്കണം ഈ കൗൺസിലർ അവരോട് ആരായിരുന്നു കൗൺസിലർ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. കൗൺസിലിങ്ങിനകം മറ്റൊരു ധാരണയാണ്, നമ്മൾ അല്ലാണ്ട് തന്നെ ചർച്ച ചെയ്യേണ്ടതാണ്. ഈ കൗൺസിലർ എന്തായിരിക്കും കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടാവുക? എല്ലാ സാഹചര്യം തുടരാൻ പറഞ്ഞിട്ടുണ്ടാവുമോ? അതോ പിടിച്ചു നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടാവുമോ? അതോ ഇതിനെതിരായിട്ടുള്ള ഒരൊറ്റ ഫോൺ കോളിൽ തീർക്കാവുന്ന വിഷയമാണ്? അതറിയാമോ? പോലീസിൻ്റെ സംവിധാനങ്ങളിലേക്ക് ഒരൊറ്റ ഫോൺ കോൾ പോയി കഴിഞ്ഞാൽ സുന്ദരമായി വീട്ടിൽ വന്ന് തൂക്കിയെടുത്തുകൊണ്ട് പോകാനുള്ള വകുപ്പുകൾ നമ്മുടെ രാജ്യത്ത് ധാരാളം. അതിൽ ഇപ്പോൾ അമ്മയോട് പരിക്കുകൾ സംബന്ധിച്ച് ആരതി പറയുന്നുണ്ട്. പരിക്കുകൾ ആശുപത്രിയിൽ കാണിക്കണം എന്നമ്മ പറയുന്നു. അപ്പോൾ അതുലിൻ്റെ അമ്മ എന്തോ എണ്ണയിട്ട് തടവി കൊടുക്കുന്ന കാര്യമൊക്കെ പറയുന്നു. അതിനുശേഷം അതുൽ ആശുപത്രിയിൽ കൊണ്ടുപോകില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ഒടുവിൽ ആ ചാറ്റിൻ്റെ ഒടുവിൽ അമ്മ പറയുന്നത് ആവശ്യമില്ലാതെ ഒന്നും സംസാരിക്കരുത്, ഒന്നിനും പോകരുത് എന്നൊരു മറുപടിയാണ്. മകൾ ശരീരം മുഴുവൻ പരിക്കേറ്റ് അമ്മയോട് ആ കാര്യം പറയുമ്പോൾ ആ അമ്മ നമ്മുടെ സാമൂഹിക സാഹചര്യം ഒക്കെ കൂടി പരിഗണിച്ചുകൊണ്ടാകാം അല്ലേ? ഈ ഒരു സാഹചര്യത്തിൽ നിർഭാഗ്യവതിയായ അമ്മയെ പിന്നെ നമ്മൾ പറയുന്നത് ആ ചർച്ച ശരിയല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ മയപ്പെടുത്തുകയാണ്. പക്ഷേ അങ്ങനെയൊന്നും അല്ല വേണ്ടത്. ഒരു ആശുപത്രിയിൽ ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടറോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഡൊമസ്റ്റിക് വയലൻസ് കേസ് സുവോ മോട്ടോ ഈ ഡോക്ടർക്ക് അത് റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഒരു നിയമ സംവിധാനത്തിലേക്ക് പോകുന്നതാണ്. പിന്നെ ഇതിനൊക്കെ അടിസ്ഥാനപരമായിട്ട് പ്രശ്നമുണ്ട്. നമ്മൾ കുറേ നാളായിട്ട്, എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ ഒരു 10-15 വർഷം കേരളത്തിൽ ആദ്യമായി ഒരു വിവാഹപൂർവ്വ കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ശില്പശാല വനിതാ കമ്മീഷൻ നടത്തുകയും അതിൽ ക്ലാസ് എടുക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു ഫാക്കൽറ്റിയാണ്. മാനസിക രോഗങ്ങൾ വിവാഹ ജീവിതത്തിൽ എന്നുള്ളതായിരുന്നു അന്നത്തെ ടോപ്പിക്ക്. ഇത്രയും വർഷമായി കേരളത്തിൽ വിവാഹപൂർവ്വ കൗൺസിലിംഗ് നടക്കുന്നുണ്ടോ? പല സംഘടിത മതങ്ങളും നടത്തുന്നുണ്ട്. ഈ മതങ്ങളുടെയൊക്കെ വിവാഹപൂർവ്വ ക്ലാസ് പോയി കഴിഞ്ഞാൽ എന്നതാ പറയുന്നതെന്നുള്ളത് അത് പോയിട്ടുള്ളവർക്കറിയാം. അത്ര
ആ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, അത് പിന്നെ മതവിരുദ്ധമാണെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം. അല്ലാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ ഉത്തരവാദിത്ത ഏജൻസികളോ വിവാഹപൂർവ്വ കൗൺസിലിംഗ് നടത്തിയതിന് ശേഷം അതിലെന്തൊക്കെ ടോപ്പിക്കാണ് പറയേണ്ടതെന്ന് പറയണമെന്നേ. വിവാഹത്തിൻ്റെ നിയമവശമുണ്ട്, വിവാഹത്തിൻ്റെ സാമൂഹിക വശമുണ്ട്, വിവാഹത്തിൻ്റെ സാമ്പത്തിക വശമുണ്ട്, വിവാഹത്തിൻ്റെ ലൈംഗികതയുടെ വശമുണ്ട്, വിവാഹത്തിലെ മനഃശാസ്ത്രപരമായ വിഷയങ്ങളുണ്ട്. ഇതുമൊക്കെ ഡിസ്കസ് ചെയ്തതിന് ശേഷം ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മാത്രം നിങ്ങൾ കല്യാണം രജിസ്റ്റർ ചെയ്താൽ മതിയെന്നേ. നോക്കൂ, അങ്ങനെ തീരുമാനമെടുക്കാൻ ആർജവമുള്ള ഒരു സർക്കാർ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഇതിനാരായിരിക്കും ആദ്യം എതിർക്കുന്നത്? എന്തുകൊണ്ടാണ് കഴിഞ്ഞ കേരളത്തിൽ ഇത്രയും സംഭവങ്ങൾ? നമ്മൾ പറഞ്ഞ 10 വർഷത്തിലെ 100 എന്ന് പറയുമ്പോൾ അതിൽ എത്രയോ കൂടുതലുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണ് ഇതൊന്നും നമുക്ക് സംഭവിക്കാത്തത്? നോക്കൂ, അതുകൊണ്ട് തന്നെ ഇത് സമ്പൂർണ്ണമായ നിലവിലുള്ള സ്ത്രീ സുരക്ഷയുടെ പേരിലെന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്ന സംവിധാനങ്ങളുടെ സമ്പൂർണ്ണ പരാജയമാണ്. സമൂഹത്തിൻ്റെ പരാജയമാണ്, സംവിധാനങ്ങളുടെ പരാജയമാണ്, നാം ഓരോരുത്തരുടെയും പരാജയമാണ്. അതിങ്ങനെ നമുക്ക് ഓരോ പ്രാവശ്യം വരുമ്പം ആരതിമാർ ഉണ്ടാവാതിരിക്കട്ടെ, ഇനി ഇതിനൊരവസാനമില്ലേ, ഇനി എന്ത് മുന്നോട്ട് എന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്യാമെന്നല്ലാതെ ഈ ചർച്ച നടക്കുന്ന ഈ നിമിഷം പോലും കേരളത്തിൽ പെൺകുട്ടികൾ ഇതുപോലെ അനുഭവിക്കുന്നുണ്ടാവും. തീർച്ചയായും. ഡോക്ടർ മോഹൻ റോയ്, ഒരു കാര്യം കൂടി, അമ്മയുടെ കാര്യം, അമ്മ ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടിയിരുന്നതെന്ന് നമ്മൾ സൂചിപ്പിച്ചു. 2-3 വ്യക്തികൾ ഉൾപ്പെടുന്ന സംഭാഷണങ്ങളാണ്. എന്താണ് അവർക്കിടയിൽ സംഭവിച്ചത് എന്നതിൻ്റെ വ്യക്തമായ രൂപം നമുക്കില്ല. മാത്രവുമല്ല, ഇവിടെ ഈ മകൾ, ഈ അതുൽ എന്ന് പറയുന്ന ഭർത്താവിനൊപ്പം നിൽക്കാൻ ആഗ്രഹിച്ചിരുന്നു, അയാളെ വിട്ടുപിരിയുന്നത് അവർക്ക് അസഹ്യമായിരുന്നു എന്നുകൂടി പറയുന്നു. അതായത് ഒരു ഭാഗത്ത് വലിയ ശാരീരിക മർദ്ദനമേൽക്കുമ്പോൾ പോലും അയാളോട് അമിതമായ സ്നേഹം ആ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നു എന്നതുകൂടി പറയുന്നു. അതൊരു പ്രത്യേക മാനസികാവസ്ഥ കൂടിയാണല്ലോ. ആ പോയിന്റ് യഥാർത്ഥത്തിൽ ഞാൻ ചർച്ചയുടെ ഭാഗമായി എഴുതി വെച്ചത് ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കിയത്. ഇനിയിപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുകൊണ്ട് എനിക്കത് പറയാതെ വയ്യ. ഇതൊരു ടോക്സിക് റിലേഷൻഷിപ്പാണ്. അതായത് ഈ സ്നേഹിച്ച് കൊല്ലുക എന്ന് പറയുമല്ലോ, അത് ടോക്സിക് ആണെന്നുൾപ്പെടെ നമ്മുടെ പെൺകുട്ടികൾക്കെന്ന് മാത്രം ഞാൻ പറയില്ല കേട്ടോ, കാരണം ഇതേ സ്വഭാവം കാണിക്കുന്ന ധാരാളം സ്ത്രീകളെ ഉണ്ട്. നമ്മുടെ യുവാക്കൾക്ക്, നമ്മുടെ ചെറുപ്പക്കാർക്ക് ഈ ടോക്സിക് സ്വഭാവങ്ങൾ മനസ്സിലാക്കാൻ, തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ഇതിനാണ് നമ്മൾ പറയുന്ന ഈ വിവാഹപൂർവ്വ കൗൺസിലിങ്ങിൽ ഈ വിഷയം കൂടെയൊക്കെ ഉൾപ്പെടുത്തണമെന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് പഠിച്ച ഇതിനെക്കുറിച്ച് കേട്ട ഒരാൾക്കാണെങ്കിൽ ഇത് കൃത്യമായി മനസ്സിലാക്കും. ഇതപ്പോൾ അറിയാൻ പറ്റും, ഇതിലെ നിയമസഹായം എങ്ങനെയാണ് തരേണ്ടത് അറിയാൻ പറ്റും, ഇതിന് ബന്ധപ്പെടേണ്ട സംവിധാനം. നിങ്ങൾ കയ്യിലൊരു മൊബൈൽ ഫോൺ ഉണ്ടല്ലോ. ഇപ്പോൾ അമ്മയ്ക്ക് മെസ്സേജുകളും മറ്റു വെച്ചൊരു മൊബൈൽ ഫോൺ ഉണ്ട്. ആ മൊബൈൽ ഫോണിൽ ഒരൊറ്റ കോളിൽ തീരാവുന്ന പ്രശ്നമാണ് നമ്മുടെ ഈ ചർച്ചയിലേക്ക് വരെ ഇത് എത്തിച്ചിരിക്കുന്നത് എന്നുള്ളത് അറിയുമ്പോൾ നമ്മുടെ പെൺകുട്ടികളെ, നമ്മുടെ സ്ത്രീകളെ നമ്മൾ എത്രമാത്രം ശാക്തീകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ശാക്തീകരിക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ്. തീർച്ചയായും. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ ത്രിവിക്രമൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. അദ്ദേഹം ഈ സമാനമായ രീതിയിൽ സ്ത്രീധന പീഡനത്തിൽ മരിച്ച, ആത്മഹത്യ ചെയ്ത വിസ്മയയുടെ അച്ഛനാണ്. എല്ലാവർക്കും, കേരള സമൂഹത്തിന് പരിചിതനാണ് അദ്ദേഹം. ശ്രീ ത്രിവിക്രമൻ, ആ സംഭവം ഉണ്ടായതിനു ശേഷം കോടതിക്കകത്തും പുറത്തും മാധ്യമങ്ങളെ കാണുമ്പോഴുമൊക്കെ താങ്കൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത് ഇനിയൊരു മകൾക്കും ഈ അവസ്ഥ ഉണ്ടാകരുത് എന്ന് മാത്രമാണ്. 5 വർഷം പിന്നിടുമ്പോൾ വീണ്ടും ആ സംഭവങ്ങൾ ഉണ്ടാവുകയാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഇര ആരതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. ഈ വാർത്ത കേൾക്കുമ്പോൾ മറ്റൊരു പെൺകുട്ടിക്ക് കൂടി സമാനമായ അനുഭവം ഉണ്ടായി എന്നറിയുമ്പോൾ എന്താണ് താങ്കളുടെ മനസ്സിൽ വരുന്നത്? നമസ്കാരം. എന്നെ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇതിനൊക്കെ ഈ ആരതിയുടെ അച്ഛൻ അനുഭവിക്കുന്നതാണ് ഉള്ളൊരു വേദന അനുഭവിച്ചുകൊണ്ട് 5 വർഷം കൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം അദ്ദേഹം ഒരു പ്രവാസിയാണ്, ഞാനും ഒരു പ്രവാസിയായിരുന്നു. ഞങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ ഈ കുട്ടികളെ ഇത്രയും വളർത്തിയെടുത്ത് ഒരുത്തന്റെ കയ്യിൽ നമ്മൾ ഏൽപ്പിച്ച് കഴിഞ്ഞാലോ, അത് കഴിഞ്ഞിട്ട് അവരുടെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു കോട്ടം തട്ടിയാൽ നമുക്കുണ്ടാവുന്ന ഒരു വേദന നമ്മളെ നാട്ടിൽ നിന്ന് വളർത്തുന്ന ഒരു പിതാവിന് ഉണ്ടാകത്തില്ല എന്നുള്ള പരിപൂർണ വിശ്വാസം എനിക്കുണ്ട്. കാരണം നമ്മൾ എല്ലാം കളഞ്ഞിട്ട്, എല്ലാം നമ്മളെ ലൈഫ് മൊത്തത്തിൽ ഉപേക്ഷിച്ചാണ് നമ്മൾ ഈ ഗൾഫിൽ ചെന്ന് ഇന്ന് കഷ്ടപ്പെട്ട് ഈ കുട്ടികളെ വളർത്തിയെടുക്കുന്നത്. അത് ഇത്രയും നിഗൂഢമായിട്ട്, ഇത്രയും ഒരു പ്രാചീനബന്ധം, ഇത്രയും ഒരു ഇഷ്ടത്തരത്തില് ഉള്ള ഒരുത്തന്റെ കയ്യിലാണ് നമ്മൾ മക്കളെ പിടിച്ചു കൊടുത്തത്. നമുക്ക് അറിയത്തില്ല. ചക്കയോ മാങ്ങയൊക്കെ നമുക്ക് എടുത്തു വെച്ച് നോക്കാം, അല്ലെങ്കിൽ നമുക്കൊന്ന് തുന്നിച്ചു നോക്കാം അതിനകത്ത് എന്താണെന്നുള്ളത്. അതൊന്നും അറിയത്തില്ല. എത്ര നല്ല ക്ലിയർ ആയിട്ടായിരിക്കും എന്നറിയാം നമ്മളോട് യമൻ ബന്ധപ്പെടുന്നത്. അനുഭവമാണ്. ഇന്ന് 5 വർഷം കൊണ്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ നമ്മളെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുന്നത് ഏറ്റവും നല്ല, നമ്മളെ കേരളത്തിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ പോലീസും 90% നല്ല പോലീസുകാരാണ്. നല്ല അന്വേഷണത്തിന് ഇത്രയും മികവുള്ള നമ്മളെ ഇന്ത്യയിൽ വേറെ സ്റ്റേറ്റിലെ പോലീസ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അത്രയും നല്ല പോലീസുകാരാണ് നമ്മളെ പോലീസുകാർ.
അവര് അന്വേഷിച്ച് അവര് എല്ലാം ശരിയാക്കി കൊണ്ടുവന്ന് തെളിവ് സഹിതം 90 ദിവസത്തിനകം നമ്മൾ കൊണ്ടുവന്ന് കോടതി കൊടുത്താൽ നമ്മളെ കേരളത്തിലെ കോടതി, ഹൈക്കോടതി, നമ്മളെ എല്ലാം ഓക്കെ ആവും നമുക്ക്. പക്ഷെ നമ്മൾ അങ്ങ് സുപ്രീം കോടതിയിലോട്ട് പോകുമ്പം നമുക്ക് ഒരു നീതിയും കിട്ടില്ല. കാരണം വടക്കേ ഇന്ത്യയിലോട്ടുള്ളതെന്നാണ് അവർക്ക് ഡൗറിന്ന് അവർക്ക് ശ്രീധനം എന്ന് പറയുന്ന ഒരു സാധനം അവർക്ക് അറിയില്ല, എന്താണെന്ന് അറിയില്ല. കാരണം ഇത്രയും പൈശാചികമായിട്ട് നമ്മളെ ഈ കുട്ടികളെ അവര് കൊന്നിട്ട് അവിടെ ചെല്ലുമെന്ന് സുഖമായിട്ട് അവർ ഇറങ്ങി വരുവാണ്. കാരണം അതിന് നിയമമാണ്. നമ്മളിപ്പോൾ ജുഡീഷ്യറിയെ നമ്മൾ വേറൊന്നും കുറ്റം പറയാൻ പറ്റില്ല, നമ്മളെ നിയമം അങ്ങനെ ആയിപ്പോയി. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ഈ നിയമത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു നിയമമാണ് നമ്മളെ സുപ്രീം കോടതി ഉള്ളത്. അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്താണെന്ന് നമുക്കറിയില്ല. നമ്മളെ കേരളത്തിൽ ഏതൊരു കേസായിരുന്നാലും അവിടെ ചെന്ന് നമുക്ക് സുഖമായിട്ട് നമുക്ക് ഇറങ്ങി വിടാം. അവിടെ രണ്ട് വക്കീലിനെ പിടിച്ചാൽ മതി. വക്കീലിന് ലക്ഷങ്ങളാണ് അത് കൊടുത്ത് അവിടെയും ഇവിടെയൊക്കെ കൊടുക്കാനുള്ളടത്ത് കൊടുത്ത് ഈ കേസ് വെറുതെ ഇനി ഇറങ്ങിപ്പോരും. ഇപ്പൊ എനിക്ക് സംഭവിച്ചിരിക്കുന്നത് അതാണ്. അല്ലാതെ നമ്മളെ കേരളത്തിലെ ഹൈക്കോടതി നമുക്ക് നല്ലവണ്ണം സപ്പോർട്ട് ആ നിയമത്തിന് ആ എല്ലാം അന്വേഷിച്ച് അതിന്റെ എല്ലാ വശങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തേഞ്ഞു നോക്കിയതിന് ശേഷമാണ് അവന് പിന്നും ഇവിടുന്ന് കേരള ഹൈക്കോടതിയിൽ നിന്ന് അവന് കിട്ടാതെ പോയത്. അതാണ് അവൻ ഡൽഹി പോയി സഹായിച്ചത്. അതേപോലെ ഇപ്പൊ ഈ ആരതി എന്ന് പറയുന്ന കുട്ടി, എന്റെ പൊന്നെ, ഇതൊന്നും കേൾക്കരുതേ. നേരം വെളുത്ത് എണീക്കുന്നതിന് വേണ്ടി എന്റെ അമ്മ സത്യമായിട്ട് എന്റെ പൊന്നുമക്കളെ ഞാൻ എണീക്കുന്ന സമയത്ത് വരെ പ്രാർത്ഥിക്കുന്ന വേറെ എന്റെ മക്കൾ പറ്റിയാണെങ്കിൽ വേറൊരു കുട്ടിക്ക് വരരുതേ എന്നാണ്. ഇന്ന് 2 ദിവസം കൊണ്ട് ഞാൻ സത്യം പറയട്ടെ, 2 ദിവസം കൊണ്ട് എന്റെ മനസ്സ് ഉരുവിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആ അച്ഛൻ, നമ്മൾ കണക്കൂട്ടന്റെ അച്ഛൻ, അമ്മയെ കുറ്റം പറയല്ല, ആ അച്ഛൻ എന്ന് പറയുന്നത് അദ്ദേഹം എന്റെ മോളും എന്നോട് ചെയ്തതുപോലെയാണ് ആ അച്ഛനെ അറിയിപ്പിക്കാതെ രഹസ്യമായിട്ട് വെച്ചത്. അപ്പൊ നമുക്ക് ഈ വോയിസും ബാക്കിയുള്ള ക്ലിപ്പുകളൊക്കെ ആണ്. ഇന്നും ആൾക്കാർ പറഞ്ഞു നിങ്ങളിഞ്ഞ് വിളിച്ചോണ്ട് വരാഞ്ഞ എന്താന്നാണ് ചോദിക്കുന്നത്. നമ്മൾ വിളിച്ചോണ്ട് വരുന്നാലും ഈ കുട്ടികളെന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് എന്റെ മോൾ എൻ്റെ കൂടെ പറഞ്ഞാണ് അവന്റെ മോളെ ശരീരത്തിൽ ആദ്യമായിട്ട് സ്പർശിച്ചവനാണ് അവൻ. അപ്പൊ അവനാണ് അവർക്ക് എല്ലാം. അപ്പൊ ആ ഒരു കാഴ്ചപ്പാടായിരുന്നു ഈ കുട്ടിയേക്കുള്ളത്. കാരണം കുട്ടിയേക്ക് 10, 21 വയസ്സ് 22 വയസ്സൊക്കെ കാണുള്ളൂ. അപ്പൊ അവര് 24 വയസ്സ് 24 വയസ്സൊക്കെ എന്ന് പറയുന്നത് അവരൊക്കെയുള്ള ഇളം പ്രായമാണ്. അവര് ജീവിതത്തെ പറ്റി ഒന്നും അറിയുന്നില്ല. പക്ഷേ ഇതിന് നമുക്ക് വേണ്ടി ഞാൻ അന്നും ഇന്നും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് 10ാം ക്ലാസ് +1 +2 ഒരു വിഷയമല്ല, നമുക്ക് ഒരു കൗൺസിലിംഗ് പോലെ ഒരു ക്ലാസ് എല്ലാ സ്കൂളിലും കൊടുക്കണം. ഒരു പീരീഡ്, ആഴ്ചയിൽ ഒരു പീരീഡ് ഈ കൊച്ചുങ്ങൾക്ക് കൊടുത്തിരിക്കണം. കാരണം വളർന്നു വരുന്ന കൊച്ചുങ്ങൾക്ക് ഒരു കൗൺസിലിംഗ് കൊടുത്താലേ ഇതിന് രക്ഷപ്പെടുകയുള്ളൂ. കാരണം കളഞ്ഞിട്ട് വരിക. അന്ന് ഞാൻ ഈ ഒരു കേസിൽ ഞാൻ തെറ്റുകാരനാണ്. കാരണം ഞാൻ ശ്രീധരൻ കൊടുത്തുപോയി. ഞാൻ കോടതിയിൽ പറഞ്ഞവനാണ് ഏത് ശിക്ഷ തരാൻ ഞാൻ അംഗീകരിക്കാം, ഞാൻ ശിക്ഷ ഏറ്റുകൊള്ളാം എന്ന് ഞാൻ കോടതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അതാണ് നമ്മൾ കൊടുത്തതാണ് തെറ്റ്. പക്ഷെ നമ്മൾ അറിയുന്നില്ലല്ലോ. അപ്പൊ ഇതേപോലെ നമ്മൾ പിന്നും ഇപ്പൊ നമ്മൾ ഈ പൈസകൾ കഴിഞ്ഞ ആഴ്ചയും 50,000 രൂപ കണ്ട് അയച്ചു കൊടുത്തെന്നാണ് പറയുന്ന പാവപ്പെട്ട മനുഷ്യൻ. ഒന്ന് ആലോചിച്ച് നോക്കണം. എനിക്കുള്ള വേറെ ഒരു തെറ്റുമില്ല. എന്റെ വണ്ടി ടയോട്ട ഹാരിസ് വണ്ടി 14 ലക്ഷം രൂപ വണ്ടി അവന് കുറഞ്ഞുപോയി. അവന് ഒരു വണ്ടിയില്ല, അവന് ആ കൂടി ഒരു ബൈക്കേ ഉള്ളൂ. എന്ത് ചെയ്യാനാ? നമ്മളെ വിധി എന്നുള്ളതല്ല. നമ്മളെ സമൂഹത്തിന് അന്നും ഇന്ന് നമ്മൾ പറയുമ്പോൾ ഒരു ചാനൽ വന്നെന്നോ അല്ലെങ്കിൽ ഒരു ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ നമ്മളിരുന്ന് ചർച്ച ചെയ്ത് അതങ്ങ് തീർന്നു. ഇനി അടുത്തൊരു കുട്ടി വരുമ്പോ അപ്പോഴും നമ്മൾ ഇരുന്ന് ചർച്ച ചെയ്യും. അങ്ങനെ അല്ല. നമ്മൾ ഇതിന് വേണ്ടി നമ്മൾ എല്ലാവരും നമ്മളെ മീഡിയയാണ് ഇതിനകത്ത് ഞാൻ മീഡിയ ഏറ്റവും നല്ലതാണ്. അതിനൊരു എന്തെങ്കിലും ഒരു കൗൺസിലിംഗ് പോലെ കുട്ടികൾക്ക് ഈ ഞാൻ ഈ പറഞ്ഞ പോലെ 10ാം ക്ലാസ് +1 +2 ക്ലാസ്സുകളിൽ ഒരു മണിക്കൂർ അരമണിക്കൂർ ആഴ്ചയിൽ ഒരു അരമണിക്കൂർ ഒരു കൗൺസിലിംഗ് നടത്തണം. അതിന് അധ്യാപകരെ കണ്ടെത്തണം. അങ്ങനെയൊക്കെയുള്ള ഒരു സംവിധാനം വന്നാൽ നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. പിന്നെ ഈ ദുഃഖത്തില് അവരെക്കാളും ദുഃഖം എനിക്കിപ്പോ ഉണ്ട്. എന്റെ സത്യം പറഞ്ഞാൽ എന്റെ കണ്ണ് നിറയുന്നുണ്ട് ആ കുട്ടിയുടെ കാര്യം ആലോചിച്ചപ്പോഴത്തേക്ക്. ഒന്നും അറിയുന്നില്ല കുട്ടി. ജീവിച്ചിരിക്കുന്നവരെ പറ്റി ഒന്ന് ആലോചിച്ചോ? ആ കുട്ടി കഷ്ടമല്ലേ? പരമ കഷ്ടമല്ലേ? ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് കുട്ടികളെങ്കിലും ഉണ്ടെങ്കിൽ അവരെങ്കിലും ഇതൊന്ന് കാണണം. ഒരു അച്ഛന്റെ വേദന എന്തെന്ന്. മകള് നഷ്ടപ്പെട്ടു പോയാൽ ആ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവുന്ന വേദന എന്ന് പറഞ്ഞാൽ വേറെ ഒരു മനുഷ്യർക്കും ഉണ്ടാവില്ല. അവന് നാളെ മറ്റന്നാൾ അവന് വേറെ പെണ്ണ് കിട്ടും. മക്കളെ, നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ആത്മഹത്യ ചെയ്യരുത്. ധൈര്യമായിട്ട് നിങ്ങളെ വീട്ടിലേക്ക് വരൂ. നിങ്ങൾ ഈ കല്യാണം കഴിച്ചു വിടുന്ന ദിവസം വരെ നമ്മളെ വീട്ടിലല്ലേ കഴിഞ്ഞ നിങ്ങൾക്ക് അതേപോലെ ഒരു ആഹാരത്തിനോ ഒരു ഉടുക്കാൻ തുണിയോ ഞങ്ങൾ മേടിച്ച് തരാം. നിങ്ങൾക്കുള്ള റൂം ഇവിടെ തന്നെ കിടപ്പുണ്ട്. നിങ്ങൾക്ക് ഏത് നിമിഷം വേണമെങ്കിലും വന്ന് താമസിക്കാം. അതുകൊണ്ട് എന്റെ പൊന്നുമക്കളെ, നിങ്ങൾ ഇനി മേലാൽ ഈ കണ്ടോണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൽ ഇത് കേട്ടോണ്ടിരിക്കുന്ന ഒരു കുട്ടികൾ ഇത് ആവർത്തിക്കരുതേ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. തീർച്ചയായും
ആവർത്തിക്കരുത് എന്നതാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ വീണ്ടും വീണ്ടും നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്ക് സ്ക്രീനിൽ ഒരു ഭാഗത്ത് പലപ്പോഴും നിങ്ങൾ കാണുന്നുണ്ടാകും, ആരതിയുടെ മരണത്തിൽ അറസ്റ്റിലായതിനു ശേഷം അതുലിനെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ്. യാതൊരു ഭാവഭേദവുമില്ല അയാളുടെ മുഖത്ത്, ഒരു കുറ്റബോധവും നമുക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷേ ആരതി ഇപ്പോൾ ഈ ഭൂമിയിലില്ല. അയാൾ നിയമപോരാട്ടങ്ങൾ നടത്തുകയും ഇനി ശിക്ഷ അനുഭവിച്ചാലും പുറത്തിറങ്ങുകയും ഒക്കെ ചെയ്യുമായിരിക്കും. പക്ഷേ നഷ്ടം ആരതിക്കും ആരതിയുടെ കുടുംബത്തിനും മാത്രമാണ്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് ആവർത്തിച്ച് നമ്മൾ പറഞ്ഞാലും പക്ഷേ പെൺകുട്ടികൾക്ക് ചില ഘട്ടങ്ങളിൽ ആത്മഹത്യയിൽ അഭയം തേടേണ്ടി വരുന്നു എന്നതാണ് നമ്മൾ ആവർത്തിക്കുന്ന ഈ മരണങ്ങളിലൂടെ മനസ്സിലാക്കുന്നത്. അമല ഷഫീഖിലേക്ക്, അമല ആനിയിലേക്ക് കൂടി. അമല, നോക്കൂ, ഇവിടെ ഇപ്പോൾ നമ്മൾ ആദ്യം ഒരു കണക്ക് പറഞ്ഞു, 50 പവൻ, 1/2 കോടിയിലേറെ രൂപ. നോക്കൂ, മറ്റൊരു കണക്ക്, ഈ 50 ലക്ഷം രൂപ ബാങ്കിലിടുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 29,000 രൂപയെങ്കിലും പലിശ കിട്ടും. 30,000 രൂപയ്ക്ക് അടുത്ത് പലിശ കിട്ടും. ഏതൊരു സാമാന്യ ജോലിയിലും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളമാണ് ഒരു പെൺകുട്ടിക്ക് സ്വന്തമായി ജീവിക്കാൻ ഇപ്പോൾ പോലും. അത് മതിയാകും. ഒരു സ്ഥലത്ത് വാടകയ്ക്ക് താമസിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ഹോസ്റ്റലിൽ നിന്നുകൊണ്ട് ഒരു ജോലി ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കാൻ ആ തുക മതിയാകും. അങ്ങനെ വേണമെങ്കിലും ജീവിക്കാമായിരുന്നു. ആ പണം ഉണ്ടായിരുന്നുവെങ്കിൽ ആരതിക്ക് അല്ലെങ്കിൽ അതുപോലെയുള്ള പെൺകുട്ടികൾക്ക് ആ ഒരു സുരക്ഷിതത്വം പോലും ഇല്ലാതെ ഇതുപോലെ മറ്റുള്ളവരുടെ പണത്തിൽ സുഖിക്കാൻ വരുന്ന ആളുകൾക്ക് ആ പണം നൽകി പെൺകുട്ടികളെ കല്യാണം കഴിച്ചയക്കുന്നതിൻ്റെ ദുരിത ഫലമാണ് ഓരോ പെൺകുട്ടികളും ഇങ്ങനെ അനുഭവിക്കുന്നത്. എന്താണ് ഇതിനൊരു പരിഹാരം? ഈ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ മുതൽ എൻ്റെ മനസ്സിൽ കൂടെ പോകുന്ന 1-2 ചിന്ത, ഉത്രയും വിസ്മയയും ഒക്കെ അടങ്ങുന്ന, ഞാൻ ഈ ഇതേ ഫ്ലോറിലിരുന്ന് ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങളാണ് ഇതൊക്കെ. ഈ പേരുകൾ മാറുന്നു എന്നുള്ളതല്ലാതെ സമൂഹത്തിൽ ഒരു മാറ്റവും ഇത്രയും വർഷങ്ങളായിട്ടും വന്നിട്ടില്ലെന്ന് മാത്രമല്ല, ഈ അടുത്ത കാലങ്ങളിൽ അത് വളരെ ആ പ്രവണത കൂടി വരുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ ഇത് എവിടുന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നൊരു ചിന്ത വരുമ്പോഴത്തേക്ക് അവനവൻ്റേതായാലും അല്ലെങ്കിലും പണത്തോടുള്ള ആർത്തിയാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് മനുഷ്യനെ ഇത്തരം കാര്യങ്ങളിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്നതെന്ന് ഞാൻ കരുതുന്നു. അവനവൻ്റെ കയ്യിൽ പണമില്ലെങ്കിൽ ഈ വിവാഹം ചെയ്യുന്നത് പണം ഉണ്ടാക്കാനുള്ള ഒരു ഏർപ്പാട് മാത്രമായിട്ടാണ് ഇപ്പോൾ യങ്ങർ ജനറേഷൻ കാണുന്നത്. ഞാൻ 25 വയസ്സിന് താഴെയുള്ളവരെ അല്ലെങ്കിൽ 20 വയസ്സിനൊക്കെ താഴെയുള്ളവരെ മാറ്റി നിർത്തിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അതിന് താഴെയുള്ളവർക്ക് കുറച്ചൊരു വ്യത്യാസം ഉണ്ടെന്ന് ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ കുട്ടികളോട് സ്ഥിരമായി സംവദിക്കുന്ന ഒരാളായതുകൊണ്ട് കുറച്ചൊരു വ്യത്യാസം ആ ജെൻസി എന്ന് നമ്മൾ പറയുന്ന അവരിൽ കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ എങ്കിലും നമുക്കറിയില്ല. പക്ഷേ ഈ പണത്തോടുള്ള അമിത ആവേശം, മറ്റൊരാൾ ജീവിക്കുന്നത് പോലെ എനിക്കും ജീവിക്കണം, എനിക്കതിനെന്ത് അർഹതയുണ്ട്, എനിക്കതിന് ജോലിയുണ്ടോ, ഞാൻ പൈസ ഉണ്ടാക്കിയിട്ടുണ്ടോ, ഇതൊന്നും ആരും ചിന്തിക്കുന്നില്ല. എനിക്കെത്ര കിട്ടും. ഈ കേസിൽ മരിച്ച കുഞ്ഞിനോട് എല്ലാവിധ സങ്കടം തോന്നുന്നു. അതിൻ്റെ ബന്ധുക്കളും മാതാപിതാക്കളും വിസ്മയുടെ അച്ഛനും ഒക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരു തരത്തിലും അവരെ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവർക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു വാക്കുകളുമായിട്ട് ദയവായി ഇതിനെ കണക്കാക്കരുത്. ഞാൻ സമൂഹത്തിൽ മൊത്തത്തിലുള്ള ഒരു കാര്യം മാത്രമാണ് പറയുന്നത്, നിരീക്ഷിക്കുന്നതെന്ന് ദയവായി മനസ്സിലാക്കണം. ഈ പണത്തോടുള്ള ആർത്തി മൂലമാണ് വിലപേശൽ പോലെ ഈ തർക്കത്തിലേക്ക് നടത്തുന്നത്. 14 ലക്ഷം രൂപയുടെ കാറ് പോരാ എന്ന് അയാൾ തർക്കിച്ചപ്പോൾ ആ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞതുപോലെ അവൾ തിരികെ വരാൻ തയ്യാറായിരുന്നെങ്കിൽ ഇന്ന് അവൾ ജീവനോടെ ഉണ്ടാകുമായിരുന്നു. ഈ പറയുന്ന അതുൽ പൈസ ആവശ്യപ്പെടുമ്പോഴെല്ലാം മകളെ അഡ്ജസ്റ്റ് ചെയ്യൂ, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ എന്ന് പറയാതെ തിരികെ വരൂ, അല്ലെങ്കിൽ ഒളിച്ചു വയ്ക്കാതെ, അച്ഛന് പ്രായമായി, അച്ഛൻ അറിഞ്ഞാൽ വിഷമിക്കും എന്ന് പറഞ്ഞ് ഒളിച്ചു വയ്ക്കാതെ, ഇതല്ല ന്യായമായിട്ടുള്ളത്, നിൻ്റെ നേരെ കുറച്ച് മുമ്പ് ചർച്ചയിൽ പറഞ്ഞതുപോലെ, ഡോക്ടർ പറഞ്ഞതുപോലെ, ശരീരം നൊന്ത് കഴിഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നിങ്ങളുടെ പെൺമക്കളോട് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്ന് ഞാൻ ഉൾപ്പെടെയുള്ള മാതാപിതാക്കളോട് ഞാൻ ചോദിക്കുകയാണ്. നമ്മളിൽ ഓരോരുത്തരുടെയും ശരീരമാണ് നോവുന്നതെങ്കിൽ
ഞാൻ ഒരിക്കൽ കണ്ടതാണ്, ഒരു പോലീസ് സ്റ്റേഷന് മുമ്പിൽ വെച്ച് ഒരു പെൺകുട്ടി നിന്ന് പറയുന്നത്, എന്നെയാണ് അടിച്ചത്, എൻ്റെ കഴുത്തിനാണ് കുത്തിപ്പിടിച്ചത്, എന്നെയാണ് പിടിച്ച് തള്ളിയത് എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടിയുടെ അമ്മ തന്നെയാണ് കുഴപ്പമില്ല, ഇനി അവൻ ചെയ്യില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം, അമ്മായിയമ്മയല്ല, ഞാൻ അവനെ ഉപദേശിക്കാമെന്ന് പറയുന്നത്. ഇവിടെ മുമ്പോട്ട് വയ്ക്കുന്ന വേറൊന്ന്, നാട്ടുകാരെന്ത് വിചാരിക്കും, നാട്ടുകാരെന്തും ഇത് മുമ്പൊരിക്കലും ഞാൻ പറഞ്ഞിരുന്നു, നാട്ടുകാരെന്തും വിചാരിച്ചോട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ വിലയില്ലേ? ഇതിൽ ഉൾപ്പെട്ട 2 കുടുംബങ്ങളല്ല, ഇപ്പം നമ്മൾ പറഞ്ഞ 2 കുടുംബങ്ങൾ അങ്ങനെ പറഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെ പറയുന്ന ഒരുപാട് കുടുംബങ്ങളും ഒരുപാട് മാതാപിതാക്കളും ബന്ധുക്കളും എല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. ഈ പുതിയ കാല ജീവിതത്തിൻ്റെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് അവനവൻ ബുദ്ധിമുട്ടാതെ എളുപ്പം കിട്ടുന്ന സാമ്പത്തിക സ്രോതസ് ഏതാണ്? ഈ പെൺകുട്ടികളുടെ കയ്യിൽ നിന്ന് കണക്ക് പറഞ്ഞ് പൈസ വാങ്ങുക. ആഡംബര കാറുകളായിട്ടാകട്ടെ, അല്ലെങ്കിൽ ഈ കുട്ടിയുടെ കയ്യിൽ ഇപ്പോൾ ഈ 50 ലക്ഷം രൂപയ്ക്ക് മേളിൽ സ്വർണം ഒന്നും നോവാതെ അയാളുടെ കയ്യിലേക്ക് കിട്ടിയപ്പോൾ ഈ അച്ഛൻ ഇത്രയും കാലം മണരാരണ്യത്തിൽ കിടന്ന് കഷ്ടപ്പെട്ടതാണെന്ന് ഓർക്കാതെ, അയാൾക്കത് ഓർക്കേണ്ട കാര്യമൊന്നുമില്ല, അയാളത് എടുത്തിട്ട് വിറ്റ് ആഡംബര കാറ് വാങ്ങുക ചെയ്തത്. ഈ കുട്ടി ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറിയപ്പോൾ അവൾ അവിടെ തൂങ്ങുന്നു എന്ന് മനസ്സിലായപ്പോൾ കതകിന് പുറത്ത് ഇയാൾ 2 മണിക്കൂറോളം വെയിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ആ 2 മണിക്കൂർ എന്നാണ് വാർത്തകളിൽ നിന്ന് അറിഞ്ഞത്. ആ 2 മണിക്കൂർ വെയിറ്റിംഗ് എന്തിനായിരുന്നു എന്ന് ആലോചിക്കുമ്പോഴാണ് സമൂഹത്തിൽ സാറ് പറഞ്ഞതുപോലെയുള്ള ആ ടോക്സിസിറ്റി മനസ്സിലാകുന്നത്. ഒന്ന്, ഇവൾ ഡിവോഴ്സിന് പോയിരുന്നെങ്കിൽ ഈ വാങ്ങിയ 50 ലക്ഷവും ബാക്കി സാധനങ്ങളും തിരിച്ചു കൊടുക്കണം. അതില്ല, അത് ചിലവാക്കി കഴിഞ്ഞു. 2, ഇവളങ്ങ് മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് പരമാവധി നമ്മുടെ ഇന്ത്യൻ ന്യായ വ്യവസ്ഥയിൽ കിട്ടാവുന്ന ശിക്ഷ എത്രയാണെന്ന് കണക്ക് കൂട്ടി, ആണും പെണ്ണും കണക്ക് കൂട്ടി പ്രവർത്തിക്കുന്ന മനുഷ്യരാണ് ഇന്ന് നമ്മളുടെ ഇടയിലുള്ളത്. ഇത് നമ്മൾ വേറൊരു കേസിൽ, ഗ്രീഷ്മയുടെ കേസിൽ കണ്ടതാണ്, അല്ലെങ്കിൽ ഉത്രയുടെ ഭർത്താവിൻ്റെ കേസിൽ കണ്ടതാണ്. എത്ര വർഷം എനിക്ക് കണക്ക് കൂട്ടിയാൽ കിട്ടും മാക്സിമം, ആ കൊല്ലം കഴിഞ്ഞാൽ ഞാൻ പുറത്തിറങ്ങും, അപ്പോഴും ഞാൻ ചെറുപ്പമാണ്, ഈ പണം അവിടെ ഉണ്ടാവും. അല്ലെങ്കിൽ അന്ന് എനിക്ക് വീണ്ടും സ്ത്രീധനം വാങ്ങിച്ച് ഇതിൽ കൂടുതൽ പണം വാങ്ങിച്ച് എനിക്ക് വീണ്ടും കല്യാണം കഴിക്കാം. ഇത് ഉറപ്പുവരുത്താനല്ലേ അയാൾ അവിടെ കാത്തിരുന്നത്. അല്ലാതെ ആ കുട്ടിയെ രക്ഷിക്കാനായിരുന്നെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഇയാൾ വിളിച്ച സുഹൃത്തിനെ എന്തുകൊണ്ട് അന്നേരം വിളിച്ചില്ല? ഈ 2 മണിക്കൂർ ഇയാൾ എന്തിനാണ് വെയിറ്റ് ചെയ്തത്? അപ്പോൾ ഈ കുട്ടിയെ വേണ്ട എന്നൊരു കാര്യം അയാളുടെ മനസ്സിലുണ്ടാവുകയും ഈ കുഞ്ഞ് ആത്മഹത്യ ചെയ്യുമ്പോൾ എനിക്കിനി തിരിച്ചു പോകാൻ വയ്യ എന്നൊരു ചിന്തയിലും ആയിരിക്കും അത് ചെയ്തത്. ഇതിലൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. വിസ്മയുടെ അച്ഛൻ പറഞ്ഞതിനകത്ത് അദ്ദേഹം പറഞ്ഞൊരു പോയിന്റിനെ ഞാൻ എടുത്ത് പറയുന്നതേ ഉള്ളൂ. ഇതിൽ സ്ത്രീയുടെ ശരീരം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ആദ്യമായി എൻ്റെ ശരീരത്തെ സ്പർശിച്ച മനുഷ്യൻ അതായതുകൊണ്ട് എനിക്ക് അയാളെ വിട്ട് വരാൻ പറ്റില്ല എന്ന് ഒരു കുഞ്ഞ്, ഞാൻ വിസ്മയെ അല്ല പറയുന്നത്, ഏതെങ്കിലും ഒരു പെൺകുട്ടി കരുതുന്നെങ്കിൽ നമ്മുടെ സമൂഹം എന്താണ് അവളെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത്? അവളുടെ ശരീരമാണ് അവളെന്നും ആ ശരീരമില്ലാതെ അവൾക്കൊരു നിലനിൽപ്പില്ലെന്നും ശരീരത്തിൻ്റെ മാനമോ മറ്റെന്തൊക്കെയോ തൊട്ടതോ ഒക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അവരുടെ ലൈഫിൽ എന്നും ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ ഒരാളെ പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഈ ശരീരത്തൊന്ന് തൊട്ടു, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഡേറ്റിംഗ് ഇല്ല. ഇപ്പോൾ പുതിയ കുട്ടികൾ ഡേറ്റിങ്ങിന് പോകുന്നുണ്ട്, പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് യോജിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടെന്ന് പറഞ്ഞ് അവർ ബ്രേക്കപ്പായി അടുത്ത റിലേഷൻസിലേക്ക് പോകുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണ് ഇപ്പോഴും ഒരു പർട്ടിക്കുലർ, അതായത് ഒരു 25-ന് മേളിൽ പ്രായമുള്ള ഒരു തലമുറയിൽ ഇപ്പോഴും ഈ ഒരു ചിന്താഗതി ഭയങ്കരമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിവാഹമോചനം കഴിഞ്ഞ് വന്ന് നിന്നാൽ, അല്ലെങ്കിൽ എൻ്റെ ശരീരത്ത് തൊട്ട ഒരാൾ, ആ ശരീരത്തിന് ഒരു അൺഡ്യൂ ഇമ്പോർട്ടൻസ് നമ്മളിപ്പോഴും കൊടുക്കുന്നുണ്ട്. ദയവായിട്ട് അത് മാറ്റാനുള്ള വിദ്യാഭ്യാസം കൂടെ നമ്മളുടെ കുട്ടികൾക്ക് കൊടുക്കണം എന്നും കൂടെ എനിക്ക് ഇതിൽ അഭിപ്രായമുണ്ട്. തീർച്ചയായും. ശ്രീ ഷാജി, ഇത് പലതവണ താൻ നേരിടുന്ന ദുരിതം എന്താണ് എന്നത് ആരതി വീട്ടുകാരെ അറിയിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ആ കുട്ടിയെ സംബന്ധിച്ച് അത് ഒരു ആശ്വാസമായിരുന്നിരിക്കാം, അല്ലെങ്കിൽ അറിയിക്കേണ്ടവരെ അറിയിക്കുന്നു എന്നത് ആ കുട്ടിയെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആർക്കും അതിനെ രക്ഷിക്കാനായിട്ടില്ല. ഈ അതുലിൻ്റെ വീട്ടുകാർ, അവരുടെ ഈ വിഷയത്തിലുള്ള ഇടപെടൽ എങ്ങനെയായിരുന്നു? മകൻ്റെ ഈ ക്രൂരതയ്ക്ക്, അതായത് മനുഷ്യത്വം പോലും ഇല്ലാതെയാണ് ആ പെൺകുട്ടിയോട് അയാൾ പെരുമാറിയിരിക്കുന്നത്. അതിനൊക്കെ കുടപിടിക്കുന്ന സാഹചര്യമാണോ അവരുടെ കുടുംബാംഗങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്? ഇപ്പോഴും പല കാര്യങ്ങളിലും ന്യായീകരണവുമായി അവർ രംഗത്ത് വരുന്നത് കാണുന്നുണ്ട്. എന്തായിരുന്നു അവരുടെ നിങ്ങളോടൊക്കെയുള്ള പ്രതികരണം? തീർച്ചയായിട്ടും അവൻ്റെ മാതാപിതാക്കളും പിന്നെ അവനൊരു അനുജനുമാണ് ഉള്ളത്. ഈ അതിനകത്തുള്ള ഒരു വിഷയം കൂടി ഞാൻ പറയാം. ഈ അനുജൻ കൂടി ഈ വാടക വീട്ടിൽ താമസമായിരുന്നു. ആകെ 2 ബെഡ്റൂമേ ഉള്ളൂ.
ആ ഒരു ബെഡ്റൂമിൽ ആരതിയും അതുലും, തൊട്ടടുത്ത ബെഡ്റൂമിൽ ഈ അനുജനും അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ ഇന്നലെ അവിടെ ചെല്ലുമ്പോൾ ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അത് വാടക വീട് എടുത്തിട്ട് ഇപ്പോൾ 6 മാസമോ മറ്റോ ആവുന്നുള്ളൂ. ആ, അങ്ങനെയാണ് അവിടെ അവർ കഴിഞ്ഞിരുന്നത്. ഈ അനുജൻ തന്നെ പലപ്പോഴും ഈ കുട്ടിയോട് വഴക്കുണ്ടാക്കി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഇന്നലെ എനിക്ക് അറിയാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ കുട്ടിയുടെ അച്ഛൻ വളരെ സംസ്കാരശൂന്യമായിട്ടാണ് ഈ കുട്ടി അവിടെ വീട്ടിൽ പെരുമാറിയിരുന്നത്. പറഞ്ഞാൽ അസഭ്യമായ ഭാഷ അദ്ദേഹം ഉപയോഗിക്കുമായിരുന്നു എന്നും ഈ കുട്ടി അമ്മയോട് പറഞ്ഞിട്ടുള്ളത്. ഇന്നലെയാണ് ഈ അമ്മ ഇതൊക്കെ ഞങ്ങളോട് റിവീൽ ചെയ്യുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ ഞങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായും ഏറ്റവും അടുത്ത ബന്ധു എന്നുള്ള നിലയിൽ ഞങ്ങളൊക്കെ ഇത് നന്നായി ഞങ്ങളിത് കൈകാര്യം ചെയ്തേനെ. പക്ഷേ നിർഭാഗ്യവശാൽ എന്റെ മോളുടെ ജീവൻ അതില് ഒരു പാളിച്ച സംഭവിച്ചതാണോ ഷാജി? ഇയാൾ ഒരു ബാങ്കിന്റെ മാനേജറാണ് എന്ന് പറയുന്നു, പക്ഷേ CC പിടിക്കുന്ന ഗുണ്ടയായി പ്രവർത്തിക്കുന്ന ഒരാള് എങ്ങനെയാണ് ഒരു ബാങ്ക് മാനേജറാണ് എന്നൊക്കെ പറഞ്ഞ് കബളിപ്പിക്കുന്നത്? അത് അന്വേഷിക്കുന്നതിനും മനസ്സിലാക്കുന്നതിലും ഒക്കെ വീഴ്ച സംഭവിച്ചോ നിങ്ങളുടെ ഭാഗത്ത്? മാഡം, അതിനകത്ത് ഒരു ചെറിയ വിഷയം സംഭവിച്ചതെന്ന് വെച്ചാൽ HDFC ബാങ്കിന്റെ ഉദ്യോഗസ്ഥനാണെന്നുള്ള രൂപത്തിലാണ് വീട്ടിൽ പ്രപ്പോസൽ വരുന്നതും അങ്ങനെയാണ് സംസാരിക്കുന്നതും. അപ്പോൾ അന്വേഷിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണെന്നുള്ള, അങ്ങനെ ഒരു CC പിടുത്തക്കാരനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആ ബാങ്കിലെ ഒരു സ്റ്റാഫ് ഉണ്ട്. പക്ഷെ പിന്നീടാണ് അറിയുന്നത് HDFCയിലല്ല, HDBS എന്ന് പറയുന്ന ഒരു ഫൈനാൻഷ്യൽ സർവീസ് ഉണ്ട്. അതിൽ EMI അടക്കമുള്ള ലോണുകൾ ക്യാൻവാസ് ചെയ്യുന്ന ഒരാളാണ് എന്നാണ് പിന്നീട് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിൽ തന്നെയും ഇയാള് നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ ഇന്ന് അയാളെ ജയിലിലേക്ക് പോയതും അതുപോലെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകുമ്പോഴൊക്കെ അയാൾ യാതൊരു ഭാവവ്യത്യാസവും അവന് കാണുന്നില്ല. വളരെ ക്രൂക്കഡായിട്ടുള്ള ഒരു പയ്യനാണ്. നേരത്തെ ത്രിവിക്രം സാറും മറ്റു മോഹൻറായ് സാറൊക്കെ പറഞ്ഞ പോലെ പരമാവധി ശിക്ഷ ഈ യുവാവിന് കിട്ടണം, അത് ഒരു മാതൃകയായി മാറണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. കോടതികളും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പോലീസ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ അതിനോടൊപ്പം സഹകരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു 2 ദിവസം, ഇന്നിപ്പോൾ സൺഡേ ആണ്, ഈ ദിവസത്തിനകം ഇതിനകത്തൊരു തീരുമാനം ഉണ്ടാക്കാമെന്നായിരുന്നു മാതാപിതാക്കൾ തമ്മിൽ സംസാരിച്ചൊരു ധാരണയിൽ എത്തിയിരുന്നത്. നിർഭാഗ്യവശാൽ ആ 2 ദിവസത്തിനകം ഈ വിഷയം ഉണ്ടായിപ്പോയി. അതിന്റെ ഒരു കുറ്റം ഈ അവസരത്തിൽ ഞങ്ങളൊക്കെ ഏൽക്കുന്നു. തീർച്ചയായും നമുക്ക് ഓരോ വീടുകളിലും സംഭവിക്കുന്നതാണ്. പരസ്പരം പറയുന്നതും കേൾക്കുന്നതും ഒക്കെ വിശ്വസിച്ചു പോകുന്നു. പക്ഷേ അതിലൊക്കെ ചതിയും വഞ്ചനയും ഒക്കെ അടങ്ങിയിരിക്കുന്നു. അതൊക്കെ ഈ നിലയിലൊക്കെ എത്തുന്നു. നമുക്ക് ഓരോരുത്തർക്കും സംഭവിക്കുമ്പോഴാണ് അതിൻ്റെ ഗ്രാവിറ്റി എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഡോക്ടർ മോഹൻ റോയ്, ഇവിടെ ഇപ്പോൾ ആദ്യം ഷാജി സംസാരിക്കുമ്പോൾ, പിന്നീട് ത്രിവിക്രമൻ സംസാരിക്കുമ്പോൾ, പിന്നീട് അമല സംസാരിക്കുമ്പോഴൊക്കെയും പറയുന്നത് കുട്ടികളെ ചെറുപ്പത്തിലെ അവർ പഠിക്കുമ്പോൾ തന്നെ ഈ കാര്യങ്ങളിൽ അവബോധമുണ്ടാക്കണം. അത് സ്ത്രീധനം വാങ്ങരുത് എന്ന കാര്യത്തിലായാലും, ബന്ധങ്ങൾ എങ്ങനെ വേണമെന്ന കാര്യത്തിലായാലും, ഏതാണ് നല്ല ബന്ധം, ഏതാണ് ചീത്ത ബന്ധം, എങ്ങനെ സുരക്ഷിതത്വം ഉറപ്പാക്കണം എന്ന കാര്യങ്ങളിലൊക്കെ പഠിക്കുന്നതിൽ അവർക്ക് ബോധവൽക്കരണം നൽകണമെന്നതാണ്. നമ്മൾ NEP വേണോ, RSS അജണ്ട നടപ്പാക്കണോ അല്ലയോ എന്നൊക്കെ വലിയ ചർച്ചകൾ മാസങ്ങൾ നടത്തുന്നുണ്ട്. അതൊന്നും വേണ്ട എന്നല്ല, പക്ഷേ നമ്മുടെ കുട്ടികളെ സുരക്ഷിതരായി അവർ ജീവിക്കുന്നതിന് നമ്മുടെ സമൂഹത്തിൽ നിന്ന് അവർ ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ എന്താണ് എന്നത് പഠിപ്പിക്കുന്നില്ല. അത് ഒരു കാര്യവുമായി ബന്ധപ്പെട്ടു, അത് ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളായാലും, റോഡിലുണ്ടാകുന്ന പ്രശ്നങ്ങളായാലും, ജോലിയിലുണ്ടാകുന്ന പ്രശ്നങ്ങളായാലും, ജീവിതത്തിൻ്റെ ഒരു മേഖലയിലും അവർക്ക് നേരിടേണ്ടി വരുന്ന യഥാർത്ഥ പ്രതിസന്ധികളെക്കുറിച്ച് യാതൊരു പഠനവും അവരുടെ ജീവിതകാലത്ത് അവർ എത്ര വർഷം പഠിച്ചാലും കിട്ടുന്നില്ല എന്നത് എത്രമാത്രം വിരോധാഭാസമാണ്. ഇത് വളരെ രസകരമാണ്. കാരണം വെറുതെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. പാനിപ്പട്ട് യുദ്ധങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? രേണുവൊക്കെ അറിയാമോ 1-ാം പാനിപ്പട്ട് എന്നായിരുന്നു? മാഡത്തിന് അറിയാമോ 1-ാം പാനിപ്പട്ട് എന്നാണ്? ഓർമ്മയില്ല. ഈ ചോദ്യം ഞാൻ സ്ഥിരം ചോദിക്കുന്നത് കൊണ്ട് എൻ്റെ പരിശീലന പരിപാടിയിലെ ക്ലാസ്സുകളിൽ ഇരുന്നിട്ടുള്ളവർ ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഞാൻ സ്ഥിരം ചോദിക്കുന്നത്, എനിക്കറിയാം, ഞാൻ കാണാതെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്ക് ഓർമ്മയില്ല. എപ്പോഴെങ്കിലും നമ്മൾ റോഡ് ക്രോസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടോ? ക്ലാസ്സിലുള്ള പെൺകുട്ടിക്ക് ആർത്തവം വന്നാൽ ആ പെൺകുട്ടിക്ക് എന്ത് മാറ്റം സംഭവിക്കുന്നത് കുറഞ്ഞ വർഷം പെൺകുട്ടിക്ക് അറിയാം. മാതാപിതാക്കളെന്നല്ല കേട്ടോ, മാതാവ് പറഞ്ഞു കൊടുക്കും. പിതാക്കന്മാരെത്ര കുട്ടികളോട്, ആൺകുട്ടികളോട് അവരുടെ ലൈംഗിക കാര്യങ്ങളെക്കുറിച്ച്, ലൈംഗിക ശുചിത്വത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെന്നുള്ളതൊക്കെ നമുക്കറിയാം. ഇതാണല്ലോ നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കേണ്ടത് അല്ലേ? സംശയമൊന്നുമില്ലല്ലോ.
സമൂഹത്തിന് പാകമായ രീതിയിൽ നമ്മുടെ കുട്ടികളെ പാകമാക്കിയെടുക്കലാണല്ലോ വിദ്യാഭ്യാസത്തിൻ്റെ ഉദ്ദേശം. സ്വാമി വിവേകാനന്ദൻ കണ്ട ഒരു ഉദ്ദേശം അതാണല്ലോ. എന്താ നമുക്ക് സംഭവിക്കുന്നത്? ഈ പറഞ്ഞതുകൊണ്ട് ഞാൻ ചരിത്രത്തിന് എതിരൊന്നുമല്ല കേട്ടോ. ചരിത്രം എനിക്ക് വളരെ ആസ്വദിക്കുന്ന ഒരു വിഷയം കൂടിയാണ് ഞാൻ. അപ്പോൾ ഇവിടെ അടിസ്ഥാനപരമായ പ്രശ്നമുണ്ട്. കാലാനുസൃതമായ സമൂഹത്തിനനുസൃതമായ ഒരു വിദ്യാഭ്യാസ രീതി നമുക്കില്ല എന്നുള്ളത് വളരെ ഉറപ്പാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കാനും അത് ഇൻകോർപ്പറേഷനും ഒന്നും വേണ്ടല്ലോ. ചെറിയൊരു കാര്യം പറയാം, ലൈംഗിക വിദ്യാഭ്യാസം അല്ലേ? പറഞ്ഞ അടുത്ത നിമിഷം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യാസമില്ലാതെ, ഞാൻ ഒരു മതത്തിനെയും കൂട്ടി പറയുന്നില്ല, എല്ലാ മതക്കാരും ഇതൊക്കെ അല്ലേ. ഈ മതങ്ങൾ ഒരുമിച്ച് ചേരുന്ന അപൂർവം ചില സംഭവങ്ങളുണ്ട് കേട്ടോ. ഈ പൗരോഹിത്യത്തെക്കുറിച്ച്, സ്ത്രീകളെ പൗരോഹിത്യത്തിലേക്ക് കൊണ്ടുവരുന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ സ്കൂളുകളിലെ ലൈംഗിക വിദ്യാഭ്യാസം കൊണ്ടുവരുന്നതിനെക്കുറിച്ച്, ഇനി റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറഞ്ഞാലും അതിനെതിരായിട്ട് പടവാളേന്തി പുറപ്പെടുന്ന പ്രഖ്യാപിത ഇന്ത്യയിൽ 3 മതങ്ങളാണല്ലോ. എല്ലാവരും ഇത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം. ഈ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നില്ല. കുഞ്ഞുങ്ങളെ കാലാനുസൃതമായ രീതിയിൽ മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് എങ്ങനെ മോഡിഫൈ ചെയ്യണമെന്നുള്ളത് പഠിപ്പിക്കുന്നില്ല. അങ്ങനത്തെ കുഞ്ഞുങ്ങളല്ലേ ഇതിലേക്ക് വരുന്നത്. ഇനി ഈ കടമ്പകളെല്ലാം കഴിഞ്ഞ് നമ്മൾ കോടതിയിലെത്തിയാലുള്ളൊരവസ്ഥ, നമ്മൾ നിർഭാഗ്യവാന്മാരായ മാതാപിതാക്കളുടെ വിലാപം നമ്മൾ കേൾക്കുന്നു, നമ്മൾ ചർച്ച ചെയ്യുന്നു, പോലീസ് സംവിധാനം ഇത് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ കോടതികളുടെ അവസ്ഥ എന്താണെന്നറിയാമോ? ഇന്ത്യയിലെ കോടതികളിൽ 2024 ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഡൗറി റിലേറ്റഡ് ഡെത്തുമായിട്ടുള്ള ഡേറ്റ വന്നിട്ടുണ്ട്. 2024 5737 മരണങ്ങളാണ് ഡൗറി ഡെത്താണ് ഇന്ത്യയിൽ സംഭവിച്ചിരിക്കുന്നത്. ദിവസം 15 കേട്ടോ. നമ്മൾ 1 മണിക്കൂർ ചർച്ച ചെയ്യുന്നു, അടുത്ത 30 മിനിറ്റ് കഴിയുമ്പോൾ 90 മിനിറ്റിൽ ഇന്ത്യയിൽ ഒരു മരണം സംഭവിച്ചിട്ടുണ്ടാവും. 37% പെൻഡൻസി ഉണ്ട് കേസുകളിൽ. ഏറ്റവും ഗതികെട്ട കണക്കെന്താണെന്നറിയാമോ? ഇതിലെ കൺവിക്ഷൻ റേറ്റ് എത്രയാണെന്നറിയാമോ? 15 മുതൽ 35% വരെ എന്ന്. അതായത് ഒരാൾ അയാളുടെ ഭാര്യയെ കൊന്നാൽ 3/1 മുതൽ 6/1 വരെയുള്ള പുരുഷന്മാർ സുഖമായി നിയമത്തിൻ്റെ വല പൊട്ടിച്ചിറങ്ങി വരുമെന്ന്. അവർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരിനിയും വിവാഹം കഴിക്കും, ഇനിയും പെൺകുട്ടികൾ അവരുടെ വലയിൽ ചെന്ന് വീഴും, ഇനിയും അവർ കൊല്ലപ്പെട്ടേക്കാം. പണ്ടത് പൊട്ടിത്തെറിക്കുന്ന സ്റ്റൗ ആണെങ്കിൽ കേരളത്തിൽ ഇത് പാമ്പ് വരെ ആയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സംവിധാനം നിയമത്തിൻ്റെ ഭാഗമായും കൂടി അത് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞല്ലോ. സുപ്രീം കോടതി വരെ പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. അത്ര കുറഞ്ഞ കൺവിക്ഷൻ റേറ്റാണുള്ളത്. അതായത് 7 വർഷത്തിനുള്ളിൽ മരണം സംഭവിച്ചാൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ 80 BNSSും 304 IPCയും വെച്ച് അത് സ്ത്രീധന മരണം അത് കൊലപാതകമായി തന്നെ കണക്കെടുക്കുന്ന നമ്മുടെ സംവിധാനങ്ങൾ വന്നിപ്പം ഇതിൻ്റെ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ടൊക്കെ ലീഗൽ പ്രൊസീജിയറാണ്. അവർ വന്ന് ചെയ്യുന്ന ഇത്ര കെട്ടുറപ്പുള്ള കേസുകളിൽ സംഭവിക്കുന്ന വിധിയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഇത്തരത്തിലാണെങ്കിൽ എന്ത് മാതൃകയാണ് നമ്മുടെ രാജ്യം, നമ്മുടെ ഭരണ സംവിധാനം, നമ്മുടെ നീതി നിർവഹണ സംവിധാനം നമ്മുടെ പെൺകുട്ടികളോട് കാണിക്കുന്നത്? അപ്പോൾ അതിൽ സുപ്രീം കോടതിയിൽ എത്ര വനിതാ ജഡ്ജിമാരുണ്ട് എന്നതുവരെ ആലോചിക്കേണ്ടി വരുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മളുടെ പെൺകുട്ടികളെ നമ്മൾ കാണുന്നതെങ്കിൽ, നമ്മൾ പെൺകുട്ടികളുടെ ശാക്തീകരിക്കുന്നതിനെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്, നമ്മൾ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്കറിയാമല്ലോ, നമ്മുടെ ഉന്നതമായ നിയമനിർമ്മാണ സഭയിൽ ഒരു 50% സ്ത്രീ സംവരണം വേണ്ടി കൊണ്ടുവരാനുള്ളൊരു ബില്ല് വന്നപ്പോൾ സംഭവിച്ചത് നമുക്കറിയാം. ഇനി 33% വന്ന പല സ്ഥലങ്ങളിലും പലയിടത്തും ഈ അധികാര ശ്രേണിയിലേക്ക് വരുന്നത് നേതാക്കന്മാരുടെ ഭാര്യയോ മകനോ മകളോ മറ്റുള്ളവരാണെന്നുള്ള ചർച്ച വരെ ധാരാളം നടക്കുന്നുമുണ്ട്. അപ്പോൾ ഈ ശാക്തീകരണമാണോ യഥാർത്ഥ ശാക്തീകരണം എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ഇത് കുഴപ്പം എന്താണെന്ന് അറിയാം, ഈ പാഠപുസ്തക കമ്മിറ്റികളിരിക്കുന്നത്, ഞാനിപ്പോൾ അവരെ ആരെയും കുറ്റം, നമ്മുടെ ഈ പാഠപുസ്തക കമ്മിറ്റി, ഇപ്പം നമ്മൾ ഈ ചർച്ചയിലെടുത്ത് തന്നെ 3-4 വർഷം ജെൻസി എന്ന വാക്ക് ഉപയോഗിച്ചല്ലേ. ഈ ജെൻസിക്ക് വേണ്ട എന്താണെന്ന് നമ്മുടെ നവീനകാല നേതാക്കന്മാർക്കോ ഈ നവീനകാല നേതാക്കന്മാർക്ക് എന്തറിയാമെന്ന് അറിയണമെങ്കിൽ നമ്മളിപ്പോഴും ഈ യോഗങ്ങൾ നടക്കാറുണ്ടല്ലോ, എന്ത് യോഗത്തിനും ഒരു പ്രോട്ടോക്കോളുണ്ട്, അറിയാമല്ലോ. ഒരു യോഗം എത്ര മണിക്കൂർ നീണ്ടു നിൽക്കുന്നത് ഏത് യോഗത്തിലും പങ്കെടുത്ത ഒരാൾക്കറിയാം. 45 മിനിറ്റിൽ കൂടുതൽ ഒരു മനുഷ്യൻ്റെ ശ്രദ്ധ പിടിച്ചിരുത്താൻ നിങ്ങൾക്ക് പറ്റില്ല. അതുകൊണ്ടാണ് സ്കൂളിലെയും കോളേജിലെയും പീരീഡുകൾ 45 ചുരുക്കിയിരിക്കുന്നത്. ശാസ്ത്രീയമായത് അങ്ങനെയുള്ള ഇടത്ത് എന്ന് മാത്രമല്ല, ഇപ്പോഴത്തെ പുതിയ രീതി അനുസരിച്ച് ലോകത്തെ പ്രമുഖമായ ആരോഗ്യ സംവിധാനങ്ങളൊക്കെ പറയുന്നത് സിറ്റിംഗ് ഈസ് സ്മോക്കിംഗ് എന്ന, ഇരിക്കുന്നത് സിഗരറ്റ് വലിക്കുന്നതിന് തുല്യമാണെന്ന്. ഇത് രണ്ടും അറിയാവുന്ന നമ്മളൊക്കെ, നമ്മുടെ നേതാക്കന്മാരും നമ്മുടെ രാഷ്ട്രീയക്കാരും നമ്മുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്നവരൊക്കെ ഒരു മീറ്റിംഗ് നടത്തിയാൽ കുറഞ്ഞത് 2-3 മണിക്കൂറല്ലേ? ആൾക്കൊക്കെ എണീറ്റ് ഓടാനെങ്കിലും പറ്റുമോ? അപ്പോൾ ഇത്തരത്തിൽ ഈ ജെൻസി എത്ര നേരം ശ്രദ്ധിക്കുന്നത്? റീൽസ് 1.5 കാണുന്നവരാ. നമ്മൾ പോലും വാട്സപ്പിലെ ഓഡിയോ 1.5 കേൾക്കുന്നത്, 1.5-2 കേൾക്കുന്നത്, 1 ആരും കേൾക്കുന്നില്ലെന്നേ. അപ്പോൾ അങ്ങനെ മാറുന്ന കാലത്തിനനുസരിച്ച് ഈ ജെൻസിയെ മനസ്സിലാക്കാൻ സാധിക്കാത്ത സംവിധാനങ്ങളാണെങ്കിൽ അതിലുൾപ്പെടെ നാം ഒരു പൊളിച്ചെടുത്ത് കൊണ്ടുവരേണ്ടി വരും.
തീർച്ചയായും ശ്രീ ത്രിവിക്രമൻ, നോക്കൂ, വിസ്മയുടെ കേസ് ഉണ്ടായതിനു ശേഷം പല മാറ്റങ്ങൾ ഈ സ്ത്രീധന നിരോധന നിയമത്തിൽ തന്നെ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ നടപടികൾ വേഗത്തിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിവേഗത്തിൽ നടപടികൾ എടുക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ നിയമത്തിലൊരു ഭേദഗതി, അതായത് കൊടുക്കുന്നതല്ല തെറ്റ്, വാങ്ങുന്നതാണ് തെറ്റ് എന്ന തരത്തിൽ ഒരു നിർദ്ദേശം അതിൻ്റെ കരടായിട്ടുണ്ട്. അതായത് ഇത് കൊടുക്കുന്നത് തെറ്റാണ് എന്ന് വരുന്നത് കൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടാതിരിക്കുന്നത് ഒഴിവാക്കാനുള്ള നീക്കങ്ങളൊക്കെയാണ്. അതിലൊക്കെ താങ്കൾ സന്തുഷ്ടനാണോ? ഒരു വലിയ ദുരന്തം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അത് മറ്റ് സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള വഴി തുറക്കുന്നതിന് അല്ലെങ്കിൽ നിയമ ഭേദഗതിക്ക് ഒക്കെ വഴിവെച്ചതിൽ താങ്കൾ സന്തുഷ്ടനാണോ? പക്ഷേ അപ്പോൾ പോലും ഇങ്ങനെ സംഭവങ്ങൾ ആവർത്തിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യവും ഉണ്ട്. ഞാൻ ഒന്നുകൂടെ പറയാം, കുട്ടികളെ നമ്മൾ വിദ്യാഭ്യാസം ചെയ്യുന്നതെന്ന് പറഞ്ഞ വിദ്യാഭ്യാസം ചെയ്ത എന്റെ മോള് BAMS കാരെയാണ്. അതേപോലെ ഡോക്ടർ ഒരു മെഡിക്കൽ കോളേജിൽ PG ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടറാണ്. ആ കുട്ടി മരണപ്പെട്ടും ഡോക്ടറാണ്. ഇത് വിദ്യാഭ്യാസത്തിൻ്റെതല്ല, നമ്മൾ ഒരു കൗൺസിലിംഗ് പോലെ കുട്ടികൾക്ക് കൊടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മൾ ബഹുമാനപ്പെട്ട എല്ലാവരും നമ്മളിപ്പം വിചാരിച്ചിരിക്കുന്ന എന്താന്ന് വെച്ചാൽ, നമ്മൾ എന്തുകൊണ്ട് അവരെ വിളിച്ചും കൊണ്ട് വീട്ടിൽ വന്നില്ല എന്നുള്ളത്. വീട്ടിൽ വിളിച്ചും കൊണ്ട് വരാന്നുള്ളതല്ല ഞങ്ങൾ ചെയ്യുന്നതിന്റെ ഏറ്റവും. അതിന് ഒരു രക്ഷകർത്താവ് എന്ന് പറയുമ്പം ആ രക്ഷകർത്താവ് ഒരു കുട്ടിയെ കല്യാണം കഴിച്ച് അയച്ചു. അവര് ആ വീട്ടിൽ കൊണ്ട് ചെന്നതിന് ശേഷം നമ്മൾ അവരുമായിട്ട് കൂടുതൽ അടുത്ത് ഇടപെടുകയാണ് ചെയ്യുന്നത്, അല്ല നമ്മൾ അകലുകയല്ല ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ അത് നമ്മളെ വീട്ടിലെ വിഷയമാണെന്ന് നമ്മൾ വിചാരിക്കും. അത് അനുഭവമുള്ള ഒരു രക്ഷകർത്താവിനെ അതിനെപ്പറ്റി അറിയാൻ പറ്റൂ. നമുക്ക് സംസാരിക്കാം, നിങ്ങൾ എന്തുകൊണ്ട് ആ കുട്ടിയെ ഇനി വണ്ടി പോരാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇനി വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്നില്ല, നിങ്ങൾ എന്തുകൊണ്ട് ബന്ധം ഒഴിഞ്ഞില്ല എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യത്തിന് അതിന്റെ ഉൾവശം എന്താണെന്ന് അറിയണം. ഞാൻ എൻ്റെ കുട്ടിയെ വീട്ടിൽ വിളിച്ചും കൊണ്ട് വന്ന് നിർത്തി നിൽക്കുന്ന സമയത്ത് ലാസ്റ്റ് എക്സാം എഴുതാനാണ് എൻ്റെ കുട്ടി കോളേജിൽ പോയത്. അവിടെ നിന്നാണ് അവൻ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോകുന്നത്. ഞാൻ ഏതാണ്ട് 4 ദിവസം ബാക്കിയുള്ളൂ അവരുമായിട്ട് സംസാരിച്ച്. കോടതി വക്കീലന്മാർ ഞങ്ങളെ കരവും പ്രസിഡന്റും യൂണിയൻ പ്രസിഡന്റുമായിട്ട് അവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്നതിന് ഞായറാഴ്ച ഒരു ദിവസം ഡേറ്റ് എടുത്തിരിക്കുകയായിരുന്നു. ബുധനാഴ്ച അല്ല, അത് വിസ്മയുടെ കേസിൽ മാത്രമല്ല പറഞ്ഞത്, അതിനെ അങ്ങനെ കാണേണ്ട. അതല്ല ഞാൻ പറയണത്. അപ്പൊ നമ്മൾ അത് വിളിച്ചും കൊണ്ട് വന്നില്ല എന്ന് പറഞ്ഞപ്പോഴുള്ള ഒരു വിഷമം കൊണ്ടാണ് പറഞ്ഞത്. ഞങ്ങളെ ഒരു മകള് നമുക്ക് നഷ്ടപ്പെടുമ്പോഴേ നമ്മൾ അതിനെ പറ്റി അറിയുള്ളൂ. ഞങ്ങൾ വിളിച്ചുകൊണ്ട് വരാനോ അതിൽ ബന്ധപ്പെടാഞ്ഞിട്ടോ അല്ല. അത് അങ്ങനെ പർട്ടിക്കുലറായി പറഞ്ഞതല്ല, അത് ആദ്യമേ തന്നെ ആമുഖമായി അമല സൂചിപ്പിച്ചിരുന്നു. സംഭവം ശരി തന്നെയാണ്. അല്ലാതെ ഞാൻ അതിൽ വേറൊന്നും കൊണ്ട് പറയുന്നതല്ല. നമ്മള് ഒരു രക്ഷകർത്താവ് എന്നുള്ളതിന് ഉപരി നമ്മൾ ഒരു കുടുംബത്തിൽ നമ്മളങ്ങോട്ട് ചെന്ന് കയറും. അത് നമ്മൾ എത്രത്തോളം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാമോ എന്ന് വിചാരിച്ച് കുട്ടിയുടെ പിറത്ത് അടി കൊണ്ടതിന് ശേഷം നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ അവിടെ നിർത്തി എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നമ്മളെ ഉള്ളിൽ ഒരു വേദന ഉണ്ടാവും. നമ്മൾ ആ വേദന അത് ഒരു രക്ഷകർത്താവ് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴേ അറിയുള്ളൂ. ഇപ്പം മാഡം പറയും പോലെ വേറെ വിഷയമൊന്നുമില്ല, അഞ്ഞ് വിളിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ നിർത്തുന്ന ഈ കേസ് ഇല്ലാതായി ബന്ധം നഷ്ടപ്പെട്ടു, കുട്ടി നഷ്ടപ്പെടില്ലായിരുന്നു എന്ന് പറഞ്ഞു. 5 വർഷം നമ്മളെ കൂടെ കണ്ടനായിരുന്നു പറയുന്നു. അപ്പൊ അതിനകത്തുള്ള 2 വശങ്ങളുണ്ട്. നാണയത്തിന് 2 അപ്പുറം ഇപ്പുറം ഉണ്ട്. അത് നമ്മളൊന്ന് ചിന്തിക്കണം. ഇനിയെങ്കിലും നമ്മൾ ചിന്തിക്കണം. ഞാൻ 5 വർഷം കൊണ്ട് ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ച് അത് നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്നതാണ്. അതിൽ കുട്ടികളുടെ ഭാവി എന്നത് ഒരു വലിയ ആശങ്കയായി നിൽക്കുന്നത് മാതാപിതാക്കളെ സംബന്ധിച്ച് അങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടാകും. അമല, നമ്മുടെ സമയം അവസാനിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്, ക്ഷമിക്കുക. മാഡം ഒരു മിനിറ്റ്. മാഡം ആരതിയെയും ഞങ്ങൾ 2 ദിവസത്തിനകം വീട്ടിലേക്ക് മടക്കി വിളിച്ചു കൊണ്ടുവരാനായിട്ട് അച്ഛനും അമ്മയും കൂടി, അച്ഛൻ ഗൾഫിലായിരുന്നു, അച്ഛനും അമ്മയും കൂടി സംസാരിച്ച് ഒരു ധാരണയിലെത്തിയതായിരുന്നു. തീർച്ചയായും അതിൽ നമ്മുടെ സമൂഹത്തിന്റെ ചിന്താഗതി, സാമൂഹിക വ്യവസ്ഥയുമൊക്കെ ഇഴചേർന്നിരിക്കുകയാണ്. അത് വീട്ടുകാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കും. ഈ പെൺകുട്ടികളെ സംബന്ധിച്ച് അവരുടെ ഭാവി അവസാനിച്ചോ എന്നൊരു ചിന്ത അവരിലും ഉണ്ടാകുന്നു. അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഉണ്ടാകുന്നതല്ല. നമ്മുടെ സമൂഹത്തിൽ നിന്ന് അവർ ആർജിച്ചെടുത്തിരിക്കുന്നത് ആ രീതിയിലുള്ള ചിന്തകളായതുകൊണ്ട് കൂടിയാണ്. അമല, അതിൽ ക്ലാരിറ്റി വരുത്തുന്നതിനൊപ്പം തന്നെ നോക്കൂ, എന്തുകൊണ്ടാണ് എൻ്റെ മകൾ സ്വന്തം കാലിൽ നിൽക്കാൻ, അവൾക്ക് സ്വന്തമായി ആരുടെയും സഹായമില്ലാതെ ജീവിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഒരു കുടുംബത്തിൽ രക്ഷിതാക്കൾ ഉണ്ടാക്കേണ്ടത് എന്നൊരു ചിന്തയിലേക്ക് കാര്യങ്ങൾ മാറാത്തത്? നമ്മൾ ആവർത്തിച്ച് അക്കാര്യങ്ങൾ പറയുമ്പോൾ പോലും അവളുടെ സുരക്ഷിതത്വവും അവളുടെ ഭാവിയും എല്ലാം മറ്റൊരാളുടെ കയ്യിൽ കൈക്കൂലി കൊടുത്ത് ഉറപ്പാക്കുന്നതിൽ മാത്രം കാണുന്ന മാതാപിതാക്കൾ, ആ രീതിയിൽ മാത്രം ചിന്തിക്കുന്നവരായി ഇപ്പോഴും അവർ ചുരുങ്ങിപ്പോകുന്നത് എന്തുകൊണ്ടാണ്?
ഞാൻ ആദ്യം തന്നെ നേരത്തെ സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഇതിൽ മരിച്ച 2 പെൺകുഞ്ഞുങ്ങളുടെ അടുത്ത ബന്ധുവും അച്ഛനും ഇതിലുള്ളപ്പോൾ ചില കാര്യങ്ങൾ പറയാൻ നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അത് അവരെ വ്യക്തിപരമായി പറഞ്ഞതാണെന്ന് ഒരു കാരണവശാലും തോന്നരുത് എന്ന ആമുഖത്തോടു കൂടിയാണ് പറഞ്ഞത്. എങ്കിൽ പോലും അത് അവർക്ക് വേദന ഉണ്ടാക്കി എന്നുള്ളതിൽ ഞാൻ മാപ്പപേക്ഷിക്കുന്നു. പക്ഷേ എനിക്ക് പറയാനുള്ളത് സമൂഹം എന്ന നിലയിൽ, ഒരു നിരീക്ഷണം എന്ന നിലയിൽ പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ 2 കൂട്ടരെയും വ്യക്തിപരമായിട്ടല്ല ഇത് പറയുന്നത് എന്ന് ദയവായി മനസ്സിലാക്കണം. ഒരു വ്യക്തിയുടെ ഭാവി, അവനവൻ്റെ കുട്ടിയുടെ ഭാവി കൈ പിടിച്ചു കൊടുത്തു, അല്ലെങ്കിൽ ഞാൻ പൊതുവെ ഉള്ള സ്ത്രീധന മരണങ്ങളിലാണ് ഞാൻ ഈ പറയുന്നതെന്ന് വിചാരിക്കണം. നമ്മളൊരു ചക്കയാണെ തുന്നിച്ചു നോക്കാൻ പറ്റില്ല, പക്ഷേ ആ ചക്ക കേടാണെന്ന് കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മളത് കഴിക്കുമോ? ഒരു ചക്കച്ചുളയ്ക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മുടെ വയറ് ചീത്തയാവുമെന്ന് വിചാരിച്ചെങ്കിൽ നമ്മളത് തുപ്പിക്കളയില്ലേ? ഈ മരിച്ചുപോയ കുട്ടികൾക്ക് നീതി ലഭിക്കുന്നുണ്ടോ? നമ്മൾ പറയുമല്ലോ ഓരോ കേസ് വരുമ്പോഴും നീതി കിട്ടണം, നീതി ലഭിക്കണം എന്ന് പറയുന്നത്. ആർക്കാണ് നീതി ലഭിക്കുന്നത്? നമ്മൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്കും ബന്ധുക്കൾക്കും ഒക്കെയാണ് നീതി ലഭിക്കുന്നത്. ഈ മരിച്ചുപോയ കുട്ടിക്കോ? അതിൻ്റെ ലൈഫ് പോയില്ലേ? ഇത് ഓരോ കുഞ്ഞും മരിക്കുമ്പോൾ അത്രയും കാലം വളർത്തി നമ്മൾ കൊണ്ടുവന്ന ആ കുട്ടിയാണ് മരിക്കുന്നത്. ഇപ്പോൾ ഈ മരിച്ച കുട്ടികളിൽ പലരും നല്ല വിദ്യാഭ്യാസമുള്ള കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഞാൻ പഠിപ്പിക്കുന്നത് ഡോക്ടേഴ്സിനെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ ജെൻഡർ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ജെൻഡർ ബേസ്ഡ് വയലൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തപ്പോൾ അതിനകത്ത് 2 പെൺകുട്ടികളിരുന്ന് ഒരു കുട്ടിയെ പെട്ടെന്ന് നോക്കിയപ്പോൾ കണ്ണുനീരൊഴുകുന്നു. ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റി ഇങ്ങോട്ട് നോക്കിയപ്പോൾ വേറൊരു കുട്ടിയും കരയുന്നു. ഇതെന്താണെന്ന് പിന്നെ അന്വേഷിച്ചപ്പോൾ ഈ 2 കുട്ടികളും ഇതേപോലത്തെ സ്ത്രീധന പ്രശ്നങ്ങൾ നേരിടുന്ന കുട്ടികളാണ്. അതുവരെ 6 മാസമായി പഠിപ്പിച്ചിരുന്ന ഞങ്ങൾക്കറിയില്ല. അപ്പോൾ ഈ കുട്ടികൾക്ക് ഈ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസം കുറവുള്ളത് കൊണ്ടല്ല, അവർക്ക് സ്വന്തം കാലിൽ നിൽക്കണമെന്നും സ്വന്തം കാലിൽ നിൽക്കാൻ അവരെ നമ്മുടെ സമൂഹം നമ്മുടെ സമൂഹം അനുവദിക്കുന്നുണ്ടോ? ഡൈവോഴ്സ് ചെയ്ത ഒരു കുട്ടിയെ നമ്മുടെ സമൂഹം എങ്ങനെയാണ് കാണുന്നത്? എന്തൊക്കെ പേരിട്ടാണ് വിളിക്കുന്നത്? വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ അത് ഭാരമാകുന്നുണ്ടോ? പേരൻസിന് ഭാരമാകുന്നുണ്ടോ? അവൾക്ക് ഫർദർ ജീവിക്കാനുള്ള ത്രാണിയുണ്ടോ? ഇമോഷണൽ ഇൻ്റലിജൻസ് ഉണ്ടോ? പണമുണ്ടോ? ജോലിയുണ്ടോ? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ചോദ്യങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട്. ഇത് സമൂഹം എന്ന നിലയിൽ എനിക്ക് തോന്നുന്നു ട്രെയിനിങ് ആവശ്യമുള്ളത് ഈ പെൺകുട്ടികൾക്ക് മാത്രമല്ല, ഇപ്പോൾ കല്യാണപ്രായത്തിലുള്ള കുട്ടികളുടെ പേരൻസിനൊപ്പം ഈ ട്രെയിനിങ് വേണമെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും പെൺകുട്ടികളുടെ ഭാവി എന്നത് കണ്ടെത്തുന്ന പുരുഷന്മാർക്ക് കൈക്കൂലി കൊടുക്കുന്ന മാതാപിതാക്കൾ ഇനിയെങ്കിലും ആ പണം സ്വന്തം മക്കളുടെ പേരിൽ അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നിക്ഷേപിക്കാൻ മനസ്സ് കാണിക്കണം. അത്രയെങ്കിലും അവരോട് ചെയ്യണം. അവർക്ക് കയറി വരാൻ ഒരു ഇടം ഒരുക്കുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. സ്ത്രീധന മരണങ്ങളിൽ അവരെ കേൾക്കാൻ ആരുമില്ലേ, ആ പെൺകുട്ടികളെ കേൾക്കാൻ ആരുമില്ലേ എന്നതാണ് നമ്മൾ ഇന്ന് പ്രേക്ഷകരോട് ചോദിച്ച ചോദ്യം. ഇല്ല എന്ന് പറയുന്നു 64% പേർ. അതല്ല എന്ന് പറയുന്നത് 29% പേർ മാത്രം. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു.